السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهد الله فلا مضل له، ومن يضلل فلا هادي له، ونشهد أن لا إله إلا الله وحده لا شريك له، ونشهد أن سيدنا ونبينا ومولانا محمدا صلى الله عليه وسلم عبده ورسوله، أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل وسلم وبارك على الرسول الحبيب المصطفى المصباح سيدنا محمد وآله وأصحابه. فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الله الذي خلقكم من ضعف ثم جعل من بعد ضعف قوة، ثم جعل من بعد قوة ضعفا وشيبة، يخلق ما يشاء وهو العليم القدير. صدق الله العظيم، صدق وبلغ الرسول النبي الكريم. نحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. فإن أمارتي بالسوء ما اتعظت من جهلها بنذير الشيب والهرم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. يا رب بالمصطفى بلغ مقاصدنا، واغفر لنا ما مضى يا واسع الكرم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. اللهم صل وسلم وبارك عليه. ബഹുമാനം ആദരവും നിറഞ്ഞ വന്യരായ തങ്ങളുപ്പാപ്പയുടെ OM സീദിക്കോയ തങ്ങളുപ്പാപ്പയുടെ പുന്നാര പേരമകൻ OMS തങ്ങൾ, അതുപോലെ വേദിയിലുള്ള ഉലൂമി ഉസ്താദ് അടക്കമുള്ള പണ്ഡിത ശ്രേഷ്ഠർ, പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, സഹോദര സഹോദരിമാർ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മഹത്തായ മഖ്ബറയുടെ ചാരത്ത് ഇരുന്ന് നാം ചെലവഴിക്കുന്ന ഓരോ സമയത്തിനും വലിയ സവാബിനെ നൽകി അല്ലാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇവിടെ സംസാരിക്കാൻ വേണ്ടി ഒന്നരായ ഖതീബ് ഉസ്താദ് പറഞ്ഞ വിഷയം വഴിതെറ്റുന്ന യുവത, അതിലാസ്പദമായിക്കൊണ്ട് കുറഞ്ഞ സമയം സംസാരിക്കണം എന്നാണ്. എവിടെയും അങ്ങനെ ഒരു വിഷയമാണ് പൊതുവെ നമ്മൾ കാണൽ. വഴിതെറ്റുന്ന വാർദ്ധക്യം എവിടെയും കാണാറില്ല. അങ്ങനെ ഒരു പ്രസംഗത്തിൻ്റെ ആവശ്യം തന്നെ ഇല്ലാത്തത് കൊണ്ടാണ്. ഇവിടെ നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാർ, നമ്മുടെ സുഹൈൽ ജൗഹരി ഉസ്താദിനോട്
ഈ നാടിനെക്കുറിച്ചും മറ്റൊക്കെ പഠിച്ചപ്പോൾ ചെറുപ്പക്കാർ ദീനി രംഗത്ത് വളരെ സജീവരാണ്. എൻ്റെ വാളുകൊണ്ട് അവരെ ഉണർത്തേണ്ട ആവശ്യകതയൊന്നുമില്ല. എന്നാലും എന്ന ആയത്തിൻ്റെ അടിസ്ഥാനത്തിൽ കുറഞ്ഞ കാര്യങ്ങൾ സംസാരിച്ച് ഇൻഷാ അല്ലാഹ് ഒന്നരായ തങ്ങൾ വന്ന ഉടനെ നിർത്തും. യുവത്വം എന്ന് പറയുന്നത് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ ഇന്ന ശബാബ ഖിത്അതും മിനൽ ജുനൂൻ, യുവത്വം എന്ന് പറയുന്നത് ഭ്രാന്തിൻ്റെ ഒരു അംശമാണ്. സാധാരണഗതിയിൽ എല്ലാവരെയും സംബന്ധിച്ചല്ല പറയുന്നത്, പൊതുവെ യുവത്വം എന്ന് പറയുന്നത് ഖിത്അതും മിനൽ ജുനൂൻ. അതുകൊണ്ടാണ് വഴിതെറ്റുന്ന യുവത എന്നൊരു വിഷയത്തെ ആസ്പദമാക്കി സംസാരിക്കേണ്ടി വരുന്നത്. പ്രായം ചെന്നവരെ സംബന്ധിച്ചിടത്തോളം ഒരു ഉപദേശത്തിൻ്റെ ആവശ്യകതയിൽ നിന്നവർ മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇനി കണ്ണാടിയിൽ നോക്കുമ്പോൾ തന്നെ അറിയാം, അവരോട് അവരുടെ ശരീരം തന്നെ പറയുന്നുണ്ട്. ഓരോ ദിവസവും അവരുടെ ആരോഗ്യം അവരോട് സംസാരിക്കുന്നുണ്ട്. പല്ലുകൾക്ക് ബലം കുറഞ്ഞുപോയി, എല്ലുകൾക്ക് ശക്തി കുറഞ്ഞുപോയി, തലമുടികൾ നരച്ചുപോയി. ഒന്നു നന്നാവണം എന്ന് ദിവസവും പ്രായം ചെന്നവരെ സംബന്ധിച്ചിടത്തോളം ശരീരം സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. അതാണ് ഇമാം ബൂസൂരി റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഇന്നിത്തഹംതു നസീഹ ശൈബി ഫീ അദലി വശൈബു അബ്അദു ഫീ നുസ്ഹിൻ അനിത്തുഹമി. ഇന്നിത്തഹംതു, ഞാൻ തെറ്റിദ്ധരിച്ചു പോയി. ഇമാം ബുസൂരി റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ചിടത്തോളമുള്ള ഒരു തെറ്റിദ്ധാരണയല്ല പറയുന്നത്. ഇന്നിത്തഹംതു നസീഹ ശൈബി ഫീ അദലി വശൈബു അബ്അദു ഫീ നുസ്ഹിൻ അനിത്തുഹമി. എൻ്റെ തലയിൽ നരബാധിച്ചിട്ട് ഒന്നു നന്നാവാൻ ശ്രമിക്കാതെ ഞാൻ എൻ്റെ നരയെ തെറ്റിദ്ധരിച്ചു പോയി. ദിവസവും എന്നോട് നര പറയുന്നു, ഒന്നു നന്നാവണേ. ആഖിറത്തിലേക്ക് മടങ്ങാനുള്ള സമയമായി, ഖബറിലേക്ക് ഒരുങ്ങാനുള്ള സമയമായി, ഒന്നു നന്നാവണേ മനുഷ്യ എന്ന് എൻ്റെ ശരീരം എന്നോട് ഓരോ ദിവസവും പറയുന്നുണ്ട്. പക്ഷേ ഇന്നിത്തഹംതു, ഞാൻ തെറ്റിദ്ധരിച്ചു പോയി. നസീഹ ശൈബി ഫീ അദലി, എൻ്റെ നര എന്നോട് ഉപദേശിക്കുന്ന ഉപദേശത്തെ ഞാൻ തെറ്റിദ്ധരിച്ചു പോയി. പക്ഷേ നരയെന്ന് പറയുന്നത് എന്താണ്? അതൊരു യാഥാർത്ഥ്യമാണ്. ഇന്നിത്തഹംതു നസീഹ ശൈബി ഫീ അദലി വശൈബു അബ്അദു ഫീ നുസ്ഹിൻ അനിത്തുഹമി. നരയുടെ ഉപദേശം തെറ്റിദ്ധരിക്കാനുള്ളതല്ല. തൻ്റെ രോമങ്ങൾ ഇങ്ങനെ നരച്ചു തുടങ്ങുമ്പോൾ പറയുന്ന വലിയ ഒരു ഉപദേശമുണ്ട്, നന്നാവണേ, നന്നാവണേ. ഇനി നിനക്ക് ഈ ലോകത്ത് കൂടുതൽ കാലം താമസിക്കാനുള്ള സമയമില്ല. യഥാർത്ഥമായ ലോകത്തേക്ക് നിന്റെ ജീവിതം മാറ്റിവെക്കേണ്ട സമയമെടുത്തു പോയി. യഥാർത്ഥമായ വീട്ടിലേക്ക് നീ പോവേണ്ട സമയമായി. വശൈബു അബ്അദു ഫീ നുസ്ഹിൻ അനിത്തുഹമി. അതുകൊണ്ട് പ്രായമായവരെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകമായ ഒരു ഉപദേശത്തിൻ്റെ ആവശ്യമില്ല. സ്വന്തം ശരീരം തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. എന്നാൽ യുവത്വം എന്നത് അങ്ങനെ അല്ല. എന്തിനും ഏതിനും എന്തു ചെയ്യാനുമുള്ള ധൈര്യം, ആ പ്രായം അതങ്ങനെയാണ്. കൃത്യമായ ഒരു ബോധത്തിലൂടെയും വ്യക്തമായ ഒരു റൂട്ടിലൂടെയും സഞ്ചരിക്കുമ്പോൾ മാത്രമേ കൃത്യമായ യഥാർത്ഥമായ സത്യമായ വഴിയിലും വിജയത്തിൻ്റെ പാതയിലും എത്തിപ്പെടാൻ കഴിയൂ. കൃത്യമായ ഉപദേശ നിർദ്ദേശങ്ങൾ വന്നുകൊണ്ടേയിരിക്കണം. പ്രായത്തിൻ്റെ പ്രശ്നമാണ്. എന്നാൽ അതൊരു പ്രായത്തിൻ്റെ പ്രശ്നമായി മാത്രം മാറ്റിവെച്ചുകൊണ്ട് നമുക്ക് ഒഴിവാക്കാൻ കഴിയില്ല. അത് പ്രായമാണ്, അത് രക്തത്തിളപ്പിൻ്റെ സമയമല്ലേ, ഇപ്പൊ അതല്ല ചെയ്യേണ്ടത്. അല്ല, തെറ്റ് ചെയ്തുകൊണ്ടല്ല നമ്മൾ നമ്മുടെ സമയം ചെലവഴിക്കേണ്ടത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മുടെ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൻ്റെ തുടക്കകാലം ഇങ്ങനെ പരിശോധിച്ച് വന്നു നോക്കൂ. പ്രായമല്ലേ
യുവത്വം എന്ന് പറയുന്നത് ആഘോഷത്തിൻ്റെയും ആസ്വാദനത്തിൻ്റെയും സമയമല്ലേ, ദീനുമായി കെട്ടുപിടിച്ച് കിടക്കേണ്ട അല്ലെങ്കിൽ ദീനിയായി മാത്രം ചിന്തിച്ച് ജീവിക്കേണ്ട ഒരു സമയമല്ല എന്ന് ചിന്തിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി പറയാണ്. യുവത്വം എന്നത് അങ്ങനെ അല്ല, തെറ്റിദ്ധരിച്ച് പെട്ടുപോവരുത്. നമ്മുടെ മഹത്തുക്കളായ സ്വഹാബത്തിൽ നിന്ന് നിങ്ങൾ വന്നു നോക്കൂ, സ്വഹാബത്തിൽ നിന്ന് നിങ്ങൾ വന്നു നോക്കൂ. പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ ആവിർഭാവ കാലഘട്ടം മുതൽ ഈ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ വഹിച്ചു കൊണ്ടുവന്നത് മഹത്തുക്കളായ ഇമാമിങ്ങളെ നിങ്ങളൊന്ന് പഠിച്ചു നോക്കൂ. എല്ലാവരും അവരുടെ സമയവും അവരുടെ ആരോഗ്യവും ആ യുവത്വത്തിന്റെ പ്രസരിപ്പ് മുഴുവനും ചെലവഴിച്ചത് പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന് വേണ്ടിയാണ്. ബുർദയിൽ നമ്മൾ അവസാനമായി ചൊല്ലുന്ന വൽ ആലി വസ്സഹ്ബി സുമ്മ താബിഈന ലഹും, അങ്ങനെ തുടങ്ങിയിട്ട് നമ്മൾ അവസാനം ചൊല്ലി വരുന്ന അശറത്തുൽ മുബശ്ശിരീങ്ങളായ പിന്നെ മഹത്തുക്കളായ സ്വഹാബാക്കളൊക്കെയും അവരുടെ യുവത്വം പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന് വേണ്ടി ചെലവഴിച്ചവരാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു 30-ൽ ചില്ലാനം വയസ്സു പ്രായമുണ്ടാവുമ്പോഴാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ കൈകളിൽ ഏന്തുന്നത്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു 20-ൽ ചില്ലാനം വയസ്സു പ്രായമുള്ള ആ സമയത്താണ്, 26ഓ 27ഓ പ്രായമുള്ള സമയത്താണ്, ആ നല്ല യുവത്വത്തിന്റെ സമയത്താണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ കാവൽ ഭടനായി കടന്നു വരുന്നത്. ഓരോ സ്വഹാബത്തിനെയും നിങ്ങളെടുത്ത് പരിശോധിച്ചാൽ അശറത്തുൽ മുബശ്ശിരീങ്ങൾ എന്ന് പറയുന്ന ആ 10 സ്വഹാബാക്കൾ പ്രത്യേകിച്ചും യുവത്വത്തിന്റെ സമയത്ത് ദീനുൽ ഇസ്ലാമിന്റെ കാവലാളായി വന്നവരാണ്. പ്രായമല്ലേ, യുവത്വം എന്ന് പറയുന്നത് ആസ്വാദനത്തിന്റെ സമയമല്ലേ എന്ന് പറഞ്ഞു നമുക്ക് മാറി നിൽക്കാൻ കഴിയൂല. അതുപോലെ തന്നെ ഓരോ ഇമാമിങ്ങളും, എല്ലാ ഇമാമിങ്ങളും നോക്കൂ, ഇമാം നബവി റഹിമഹുല്ലാ എത്ര വലിയ സമ്മാനമാണ്, എത്ര വലിയ സമർപ്പണമാണ് ഈ ലോകത്ത് മുസ്ലിമീങ്ങൾക്ക് വേണ്ടി, മുഅ്മിനീങ്ങൾക്ക് വേണ്ടി ചെയ്തത്. 40-ൽ ചില്ലാനം വയസ്സു മാത്രമേ ജീവിച്ചിട്ടുള്ളൂ. അങ്ങനെ ഓരോരുത്തരെയും പഠിച്ചാൽ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു 19 വയസ്സ് കഴിഞ്ഞപ്പോഴേക്ക് 4 മദ്ഹബിന്റെയും ഫത്വ കൊടുക്കുന്ന ആ ഒരു ഇൽമിന്റെ ബഹറായി മാറിക്കഴിഞ്ഞിരുന്നു. നമ്മുടെ യുവത്വം എന്ന് പറയുന്നത് വാർദ്ധക്യത്തെ പോലെയല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞത് എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് അല്ലാഹുല്ലദീ ഖലഖകും മിൻ ളഅഫ് സുമ്മ ജഅല മിൻ ബഅദി ളഅഫിൻ ഖുവ്വ സുമ്മ ജഅല മിൻ ബഅദി ഖുവ്വത്തിൻ ളഅഫൻ വശൈബാ. നിങ്ങൾ അനാരോഗ്യ സമയത്താണ് അല്ലാഹു തആല പടച്ചത്. പടച്ച സമയത്ത് നിങ്ങൾക്ക് ആരോഗ്യമില്ല. നിങ്ങൾക്കൊന്നു പാൽ കുടിക്കണമെങ്കിൽ, നിങ്ങൾക്കൊരിറ്റ് വെള്ളം കുടിക്കണമെങ്കിൽ അതിൻ്റെ ബോധമില്ല, അതിനുള്ള കഴിവില്ല, അതിനുള്ള ശക്തിയില്ല, അതിനുള്ള തിരിച്ചറിവില്ല. ആ ഒരു ലഅഫിന്റെ സാഹചര്യത്തിലാണ് നിങ്ങളെ പടച്ചത്. അത് കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾ വലിയ ശക്തി പ്രാപിച്ചു വരികയാണ്. നിങ്ങളങ്ങനെ വളർന്ന് 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 യുവത്വത്തിന്റെ ആ രക്തത്തിളപ്പിന്റെ ആ ഒരു സാഹചര്യത്തിലേക്ക് എത്തി നിൽക്കുകയാണ്. അതിനുശേഷം പിന്നെയും നിങ്ങൾ അനാരോഗ്യത്തിലേക്ക് മറിഞ്ഞു വീഴുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യ ജീവിതത്തിന്റെ സാഹചര്യങ്ങൾ ഇങ്ങനെ പരിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് ഇങ്ങനെ പറഞ്ഞു അതാ വരച്ചു കാണിച്ചു തരുമ്പോൾ ആ രണ്ടാമത് പറഞ്ഞ നിങ്ങൾ ഖുവ്വത്തിൽ എത്തി നിൽക്കുന്ന, നിങ്ങൾ യുവത്വത്തിൽ എത്തി നിൽക്കുന്ന ആ ഒരു സാഹചര്യമുണ്ടല്ലോ, അത് നിങ്ങൾ കൃത്യമായി ഉപയോഗപ്പെടുത്തണേ. നിങ്ങളുടെ യുവത്വം എന്ന് പറയുന്നത് അത് കേവലം ആവേശത്തിന്റെ പുറത്തു അതാ നിങ്ങൾ വെറുതെ കളയേണ്ടതല്ല.
ഇവിടെ ഇത് ഇങ്ങനെ വിശദമായി പറയേണ്ടതില്ലെന്ന് എനിക്കറിയാം. വിഷയം അതായതുകൊണ്ട് അതിലൂടെ എങ്ങനെ പോകുന്നു. അള്ളാഹു നമ്മെ ഖബൂലാക്കുമാറാവട്ടെ. കൃത്യമായ ബോധത്തിലൂടെ ജീവിക്കാനുള്ള തൗഫീഖ് അള്ളാഹുവേ ഞങ്ങൾക്കു നീ നൽകണേ അല്ലാഹ്. ഇവിടെ ഈ കാണുന്ന ഈ അലങ്കാരങ്ങളൊക്കെ എനിക്ക് തോന്നുന്നു മാസങ്ങളായിട്ടുള്ള ചർച്ചകളും പള്ളി കമ്മിറ്റി ഭാരവാഹികളുടെ നിർദ്ദേശപ്രകാരം ഈ നാട്ടിലെ യുവാക്കൾ ഈ കഴിഞ്ഞ വ്യാഴാഴ്ച പോലും എൻ്റെ സുഹൃത്ത്, നിങ്ങളുടെ നാട്ടുകാരൻ സുഹൈൽ ജൗഹരി ഉസ്താദ് മർക്കസിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് വിളിക്കുകയാണ്. കുറച്ച് സാധനങ്ങളുടെ ബില്ല് അയച്ചു കൊടുക്കുകയാണ്. വ്യാഴാഴ്ച കാലുകളൊക്കെ കുത്തിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടില്ല. ഇവിടെ വന്ന് നോക്കുമ്പോൾ അല്ലാഹ് എത്ര ദിവസത്തെ പരിശ്രമമായിരിക്കുമോ ഇത് എന്ന് ആലോചിച്ചു പോയി. ഇവിടുത്തെ യുവാക്കൾ അവരുടെ മുന്നിട്ടുള്ള ഈ കമ്മിറ്റി ഭാരവാഹികളുടെ നിർദ്ദേശത്തിനനുസരിച്ച് യുവാക്കളങ്ങ് ഇറങ്ങിയപ്പോൾ ഇത്രയും ഭംഗിയായി വിഷയങ്ങൾ നടത്താൻ കഴിഞ്ഞു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ യുവത്വം എന്ന് പറയുന്നത് കൃത്യമായി ഉപയോഗപ്പെടുത്തിയാൽ വളരെ വലിയ മാറ്റങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ കഴിയും. പ്രായമായ, ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ മഹത്തുക്കളൊക്കെ പഠിച്ചാൽ, ഷാഫി ഇമാമിന്റെ ഉദാഹരണം ഞാൻ പറഞ്ഞു, അവരെയൊക്കെ നമ്മൾ പഠിച്ചാൽ നല്ല സമയത്ത് അവരുടെ യുവത്വത്തിന്റെ ആ സമയം അതുമുതൽ കൃത്യമായി അവർ ഉപയോഗിച്ചു പോന്നവരാണ്. പ്രായമായ ആ സമയത്ത് കുറഞ്ഞ ആളുകളൊക്കെ ഉണ്ടെങ്കിലും കൂടുതൽ ആളുകളും യുവത്വം തന്നെയാണ് ദീനിന് വേണ്ടി ചെലവഴിച്ചത്. ആ ഒരു ചിന്തയും ബോധവും തന്നെയാണ് നമുക്ക് വേണ്ടത്. അങ്ങനെ ജീവിച്ചാലുള്ള ഗുണം എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല ആ രൂപത്തിൽ ജീവിച്ച യുവാക്കൾക്ക് നൽകുന്ന മഹത്വം വളരെ ചെറുപ്പം മുതലേ നാം കേൾക്കുന്നതാണ്. സബഅത്തുൻ യുളില്ലുഹുമുല്ലാഹു ഫീ ളില്ലിഹി യൗമ ലാ ളില്ല ഇല്ലാ ളില്ലുഹു. 7 വിഭാഗം ആളുകൾക്ക് അല്ലാഹു തആല അർശിന്റെ തണൽ കൊടുക്കും. അർശിന്റെ തണൽ കൊടുക്കും എന്ന് പറഞ്ഞാൽ എന്താ? ഹാശിയത്തു സുയൂത്ത് നോക്കിയാൽ കാണാം. അവിടെ മഹാനവർകൾ പറഞ്ഞതായി കാണാം, അല്ലാഹു തആല തണലൊന്നും ഇല്ലാത്ത സമയത്ത് അള്ളാഹു പ്രത്യേകം തണൽ നൽകി സംരക്ഷിക്കുന്ന 7 വിഭാഗം എന്ന് പറഞ്ഞാൽ, തണൽ നൽകുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ പ്രത്യേകമായ പരിഗണനയിലും പ്രത്യേകമായ സംരക്ഷണത്തിലുമായിരിക്കും. 7 വിഭാഗം ആളുകൾ. എവിടെയാണ് ഈ തണലില്ലാത്ത ദിവസം ഏതാണ്, തണലില്ലാത്ത സ്ഥലം ഏതാണ്? എല്ലാവരും പരിഭ്രമിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുന്ന മഹ്ശറിലാണ് അല്ലാഹു തആല 7 വിഭാഗത്തെ പ്രത്യേകമായി അല്ലാഹുവിന്റെ കാവലിൽ നിർത്തും. സബഅത്തുൻ യുളില്ലുഹുമുല്ലാഹു യൗമ ലാ ളില്ല ഇല്ലാ ളില്ലുഹു. 7 വിഭാഗം ആളുകൾക്ക് അല്ലാഹു തആല അവന്റെ പ്രത്യേകമായ കാവൽ നൽകും. വളരെ ചെറുപ്പം മുതൽ തന്നെ നമ്മൾ കേട്ടുപഠിച്ച ഹദീസാണ്. വിഷയബന്ധിതമായി ഞാൻ എടുത്തൊന്ന് ഉദ്ധരിക്കുന്നു എന്ന് മാത്രം. ആരാണവര്? ഇമാമുൻ ആദിൽ വശാബുൻ നശഅ ഫീ ഇബാദത്തില്ലാഹ് വറജുലുൻ ഖൽബുഹു മുഅല്ലഖുൻ ബിൽ മസ്ജിദി ഇദാ ഖറജ മിൻഹു ഹത്താ യഊദ ഇലൈഹി. ഒന്ന് ആദിലായ ഇമാമാണ്, മറ്റൊന്ന് വശാബുൻ നശഅ ഫീ ഇബാദത്തില്ലാഹ്, അല്ലാഹുവിന്റെ ആരാധനയിലായി യുവത്വം ചെലവഴിച്ച ചെറുപ്പക്കാരനാണ്. അല്ലാഹുവിന്റെ ആരാധനയിലായി യുവത്വം ചെലവഴിച്ച ചെറുപ്പക്കാരനാണ്, യുവത്വം ചെലവഴിച്ച യുവാവാണ്, യുവതിയാണ് എന്ന് പറയുമ്പോ ഏതാണ് അല്ലാഹുവിന്റെ ആരാധന? മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം എല്ലാം അവർക്ക് ആരാധനയാക്കി മാറ്റാൻ കഴിയും. രാവിലെ ജോലിക്ക് വേണ്ടി പുറപ്പെടുമ്പോ എൻ്റെ മക്കളെ അല്ലാഹുവിന്റെ മാർഗത്തിലൊന്നു ആക്കി തീർക്കാൻ വേണ്ടി ഞാൻ സമ്പാദിക്കാൻ ഇറങ്ങുന്നു. യഥാർത്ഥ മുഅ്മിനീങ്ങളായി ജീവിക്കാൻ വേണ്ടി എൻ്റെ മക്കളെ സംരക്ഷിക്കാൻ എനിക്ക് സമ്പത്ത് ആവശ്യമാണെന്ന് കരുതി ആ രൂപത്തിൽ ഇങ്ങനെ ജോലിക്ക് ഇറങ്ങുന്നു, ആ രൂപത്തിൽ ബിസിനസ്സിന് ഇറങ്ങുന്നു. എല്ലാം
നീയത്ത് നന്നാക്കിയിട്ട് അള്ളാഹുവിന്റെ മാർഗത്തിലാക്കി മാറ്റുമ്പോ വശാബുൻ നശഅ ഫീ ഇബാദത്തില്ലാഹ്, അള്ളാഹുവിന്റെ മാർഗത്തിലായി യുവത്വം ചെലവഴിച്ച ചെറുപ്പക്കാരനായി മാറുകയാണ്. ദിക്ർ ചൊല്ലി ഇരിക്കണം എന്നല്ല പറയുന്നത്, സ്വലാത്ത് ഓതിക്കൊണ്ടേ ഇരിക്കണം എന്നല്ല പറയുന്നത്. നിന്റെ സമയങ്ങൾ മുഴുവനും നീ അതാ സുന്നത്തുകൾ നിസ്കരിച്ചുകൊണ്ട് പള്ളിയിൽ തന്നെ ഇഅ്തികാഫിന്റെ നിയ്യത്ത് വെച്ചുകൊണ്ട് അടഞ്ഞു കൂടണം എന്നല്ല പറയുന്നത്. മറിച്ച് നിന്റെ നിയ്യത്ത് നന്നാക്കിയിട്ട് ഹലാലായ മാർഗത്തിലൂടെ ജീവിതം നയിച്ചാൽ, ഹലാലായ മാർഗത്തിലൂടെ ജീവിതം നയിച്ചാൽ വശാബുൻ നശഅ ഫീ ഇബാദത്തില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗത്തിൽ തന്റെ യുവത്വം ചെലവഴിച്ച ചെറുപ്പക്കാരനായി നീ മാറുകയാണ്. അതേ അടുത്തത് എന്താണ്? വറജുലാനി തഹബ്ബാ ഫില്ലാഹ് ഇജ്തമഅ അലാ ദാലിക വതഫറഖാ. വറജുലാനി, അവിടെയും യുവത്വമാണ്, യുവാവാണ്, യുവതിയാണ് കടന്നു വരുന്നത്. വറജുലാനി, രണ്ട് യുവാക്കളാണ്. തഹബ്ബാ ഫില്ലാഹ്, അല്ലാഹുവിന് വേണ്ടിയാണ് അവർ ഇഷ്ടപ്പെട്ടത്. ഇജ്തമഅ അലാ ദാലിക, അതിനു വേണ്ടിയിട്ടാണ് അവർ ഒരുമിച്ച് കൂടിയത്. ഞാൻ ഈ വായിക്കുന്നത് റൂഹുൽ ബയാൻ എന്ന് പറയുന്ന മഹത്തായ തഫ്സീറിന്റെ ഗ്രന്ഥത്തിൽ നിന്നാണ്. വതഫറഖാ, അല്ലാഹുവിന്റെ കാര്യത്തിനു വേണ്ടി തന്നെയാണ് അവർ അതാ പിരിഞ്ഞു പോയത്. അപ്പൊ അവർ ഒരുമിച്ച് കൂടിയത് അല്ലാഹുവിനെ കരുതിക്കൊണ്ടാണ്. അവർ അതാ സംസാരിച്ചത് അല്ലാഹുവിന്റെ ദീനിനെ കുറിച്ചാണ്. അവർ പിരിഞ്ഞു പോകുന്നത് അതാ അല്ലാഹുവിന്റെ മാർഗത്തിൽ എന്തെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ടാണ്. വറജുലാനി തഹബ്ബാ ഫില്ലാഹ് വജ്തമഅ ഫില്ലാഹ് വതഫറഖാ, അല്ലാഹുവിനെ കരുതിക്കൊണ്ട് അതാ ഒരുമിച്ച് കൂടുന്നു, അല്ലാഹുവിന്റെ ദീനിനു വേണ്ടി സംസാരിക്കുന്നു, അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി അവരതാ പ്രവർത്തിക്കുന്നു, പണിയെടുക്കുന്നു, അവരുടെ സമ്പത്ത് ചിലവഴിക്കുന്നു, സമയങ്ങൾ ചിലവഴിക്കുന്നു. എൻ്റെ നാട്ടിലെ ചെറുപ്പക്കാരെ, ഇവിടെ നിങ്ങൾ ചെലവഴിച്ചതുപോലെ ഞാൻ ഓർക്കുന്നു, ഞാൻ മനസ്സിലാക്കിയിടത്തോളം മാസങ്ങൾക്ക് മുമ്പ് തന്നെ ഈ ഒരു പരിപാടിയെ കുറിച്ച് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ട് എന്നാണ്. വന്യരായ തങ്ങളുടെ ആ ഉപദേശ നിർദ്ദേശത്തിലൂടെ ഈ പരിപാടി എങ്ങനെ ഭംഗിയാക്കണമെന്ന് ഈ നാട്ടുകാർ ചിന്തിച്ചിട്ടുണ്ടെന്നാണ്. അല്ലാഹുവിന്റെ കാര്യത്തിനു വേണ്ടി, പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ പ്രബോധനത്തിനു വേണ്ടി, പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ ദഅവത്തിന് വേണ്ടി, ദീനിലേക്ക് ആളുകളെ ക്ഷണിക്കാൻ വേണ്ടി, തെറ്റിപ്പോകുന്നവരെ നന്നാക്കാൻ വേണ്ടി ഇവിടെ നമുക്ക് ചെയ്തു തീർക്കാനുള്ള, നമ്മുടെ സമയങ്ങളൊക്കെ നമുക്ക് ഉപയോഗപ്പെടുത്താനുള്ള എത്ര മേഖലകളാണ്. നമ്മുടെ ആരോഗ്യം നമുക്ക് ചെലവഴിക്കാൻ ഒരുപാട് മേഖലകളുണ്ട്. നമ്മുടെ സമയങ്ങളൊക്കെ വിലപ്പെട്ടതാണ്, നമ്മുടെ സമയങ്ങളൊക്കെയും വിലപ്പെട്ടതാണ്. ഒന്നും അല്ലാഹുവിന്റെ മാർഗത്തിലല്ലാതെ പോവാൻ പാടില്ല. വജ്തമഅ ഫില്ലാഹ് വതഫറഖാ, അവർ കൂടിയിരുന്ന് സംസാരിച്ചിട്ട് പിന്നെ അവർ പിരിഞ്ഞു പോകുന്നതും അതാ അല്ലാഹുവിന്റെ ദീനിന് വേണ്ടിയാണ്. അപ്പോ ചെറുപ്പം അല്ലെങ്കിൽ യുവത്വം എന്നത് യുവാവായാലും യുവതിയായാലും സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ആ വിഷയം നമ്മുടെ മനസ്സിൽ വേണം. അശ്ശബാബു ഖിത്അതും മിനൽ ജുനൂൻ, അത് ആണ് പെണ്ണ് വ്യത്യാസമൊന്നുമില്ല. അത് നിങ്ങൾ നോക്കൂ. ഇപ്പോൾ പിന്നെ നമ്മുടെ ആവേശങ്ങളൊക്കെ അതിര് കടന്നു പോകുന്നത് നമ്മുടെ ഈ ഒരു പിന്നെ വിവേകത്തെ അല്ലേ വികാരം കീഴ്പ്പെടുത്തുമ്പോഴാണ്. നമ്മുടെ വിവേകത്തെ വികാരം കീഴ്പ്പെടുത്തുമ്പോഴാണ് നമ്മുടെ ആഘോഷങ്ങളൊക്കെ. ഇപ്പൊ നമുക്കറിയാം, കേരളത്തിൽ ഇപ്പൊ അടുത്ത് കഴിഞ്ഞ ഒരു വിവാഹവുമായി ബന്ധപ്പെട്ട് ഒരു നിയമം തന്നെ വന്നു അല്ലേ?
കല്യാണ ആഘോഷങ്ങൾ അതിരുകടന്നാൽ ചില IPC വകുപ്പുകളൊക്കെ പിന്നെ ചുമത്തിയിട്ട് പള്ളി കമ്മിറ്റിക്കാർക്കെതിരെ കേസെടുക്കും. നമ്മളൊക്കെ പത്രങ്ങളിൽ വായിച്ചതാ. എന്താണ്? കല്യാണ ആഘോഷങ്ങളോ മറ്റു ആഘോഷങ്ങളോ ഒക്കെ അതിരുകടന്നാൽ IPC വകുപ്പുകൾ ചുമത്തി കമ്മിറ്റിക്കാർക്കെതിരെ കേസെടുക്കും എന്ന് ഒരു വാർത്ത നമ്മളൊക്കെ കണ്ടു. ഒരു ചെറുപ്പക്കാരൻ്റെ കല്യാണവുമായി ബന്ധപ്പെട്ട് ഒരു ഒട്ടകപ്പുറത്തുള്ള ഒരു കല്യാണം. ശരിക്കും ഒട്ടകപ്പുറത്ത് യാത്ര ചെയ്യാന്നുള്ളത് പ്രശ്നമുള്ള കാര്യമൊന്നുമല്ലല്ലോ. അസ്ലൻ അതിൽ കുഴപ്പമൊന്നുമില്ലല്ലോ. പോയതും അവിടെ നടത്തിയ ആ ഒരു കാട്ടിക്കൂട്ടലുകളും, അതാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ വിവേകം വിട്ടുകടന്ന് വികാരത്തിന് അടിമപ്പെട്ടു പോയി. അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ സംഭവിച്ചത്. അല്ലെങ്കിൽ എത്ര നല്ല കാര്യമാണ്. ഒന്നുകൂടെ പറഞ്ഞാൽ ഒരു സുന്നത്തായ കാര്യമാണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൂടുതലും ഒട്ടകത്തിൽ യാത്ര ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ ഒരു മാതൃക പിൻപറ്റിക്കൊണ്ട് ഞാനൊരു നല്ല ജീവിതത്തിലേക്ക് കടക്കുകയാണ്. എനിക്ക് പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ വഴിയിലൂടെ സഞ്ചരിക്കണം. സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാർഗത്തിലൂടെ എനിക്ക് നടക്കണം. അതുകൊണ്ട് ഒരു സുന്നത്തായ കാര്യം ചെയ്തുകൊണ്ട് ഞാൻ തുടങ്ങട്ടെ എന്ന് കരുതിയിട്ട് ഒരു റോഡ് ബ്ലോക്കോ മറ്റു കാര്യങ്ങളോ പോലീസ് അവിടെ വരേണ്ട അവസ്ഥയോ ഒന്നുമില്ലാതെ നടത്തുകയായിരുന്നുവെങ്കിൽ എത്ര നല്ല കാര്യമാണത്. റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇവിടെ അതിനിങ്ങനെ വരുമ്പോ നമ്മളെ ഹസനിസ്താദ് പ്രസംഗിക്കുന്നുണ്ടായിരുന്നു. ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലൂ അലൈഹി വസല്ലിമു തസ്ലീമ. നമുക്ക് ഇവിടെ നിന്ന് പിരിഞ്ഞു പോകുമ്പോഴേക്ക് ഇൻഷാ അല്ലാഹ്, എൻ്റെ സമയം വളരെ കുറഞ്ഞ സമയം സംസാരിക്കുന്നുള്ളൂ. ഇവിടെ നിന്ന് നമ്മൾ നിർത്തുമ്പോഴേക്ക് കുറച്ച് സ്വലാത്തൊക്കെ നമുക്ക് ചൊല്ലി. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരൊക്കെ ഇങ്ങനെ പറയും. ഒന്നങ്ങ് സ്വലാത്ത് ചൊല്ലുക. എന്താണെന്നറിയോ? ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി. ഈ ആയത്ത് ഇറങ്ങിയ മാസമാണ് ശഅബാൻ മാസം. ഉസ്താദ് പറഞ്ഞോന്ന് എനിക്കറിയാം, അത് കേട്ടില്ല. ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി. തീർച്ചയായും അല്ലാഹുവും അല്ലാഹുവിന്റെ മലായികത്തും ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി. തീർച്ചയായും അല്ലാഹുവും മലായികത്തും സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കുന്നു. യാ അയ്യുഹല്ലദീന ആമനൂ സല്ലൂ. ആ സല്ലു എന്നുള്ള പദം, ആ ആയത്തെ അല്ലാഹു തആല കൊണ്ടുവന്ന ആ ഒരു രൂപമുണ്ട്. ബലാഗയിലേക്കൊക്കെ കടക്കുമ്പോ ഇന്നല്ലാഹ വമലായികതഹു, ആരും സംശയിക്കണ്ട, ആരും തെറ്റിദ്ധരിക്കണ്ട. ഇന്നിട്ട് പറയുമ്പോ അങ്ങനൊക്കെ ഒരു അർത്ഥം അവിടെ ഉണ്ട്. തീർച്ചയായും അല്ലാഹു തആല, എന്തിനാണ് അവിടെ ഇന്ന കൊണ്ടുവന്ന് തീർച്ച എന്ന് പറഞ്ഞത്? ഒരു മുഅ്മിനും ഒരു മുഅ്മിൻ അല്ലാത്ത ആളും സംശയിക്കേ വേണ്ട എന്ന ഒരു ധ്വനിക്ക് വേണ്ടിയിട്ടാണ് അവിടെ അങ്ങനെ തൗക്കീദായി പറയുന്നത്. ഇന്നല്ലാഹ വമലായികതഹു, ആരും സംശയിക്കണ്ട, അല്ലാഹു തആല, അല്ലാഹുവിന്റെ മലായികത്ത് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കുന്നു. അല്ലാഹു സ്വലാത്ത് ചെയ്യുന്നു, മലായികത്ത് സ്വലാത്ത് ചൊല്ലുന്നു. യാ അയ്യുഹല്ലദീന ആമനു സല്ലൂ. സല്ലൂ സല്ലൂ എന്ന് പറഞ്ഞാൽ, സല്ലൂ എന്ന് പറഞ്ഞാൽ നിങ്ങൾ സ്വലാത്ത് ചൊല്ലൂ എന്ന് മാത്രമല്ല. ആ ഒരു പദം സൊല്ലു, അവിടെ ഒരു ശബ്ദുണ്ടല്ലോ, ഒരു കട്ടിയിലാണല്ലോ പറയേണ്ടത്. നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി അങ്ങനെ പറയാം. സൊല്ലു എന്ന ആ ഒരു ശബ്ദ് കൊടുത്തു പറഞ്ഞാൽ അതിന്റെ അർത്ഥം നിങ്ങൾ ആ പ്രവർത്തനത്തെ ആവർത്തിച്ചുകൊണ്ടേ ഇരിക്കൂ. നിങ്ങൾ ഏതൊരു വിഷയം അവിടെ പറഞ്ഞേ? സ്വലാത്ത് ചൊല്ലുക. തക്റാറിന്റെ അർത്ഥം കിട്ടും എന്ന് പറഞ്ഞാൽ ആവർത്തിച്ച് ആവർത്തിച്ച് ചെയ്യൂ എന്ന ഒരു അർത്ഥം. സൊല്ലു, നിങ്ങൾ ചൊല്ലിക്കൊണ്ടേ ഇരിക്കൂ. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ സ്വലാത്തിനെ നിങ്ങൾ അധികരിപ്പിക്കൂ എന്ന അർത്ഥമാണ് ആ പദത്തിൽ തന്നെ ഉള്ളത്.
അതുകൊണ്ട് നബി തങ്ങളുടെ പേര് പറയുമ്പോൾ സ്വലാത്ത് ചൊല്ലിക്കൊള്ളൂ, ഉറക്കെ ചൊല്ലണം എന്ന് ഞാൻ പറയുന്നില്ല. സ്വലാത്ത് ചൊല്ലാതെ ഇരിക്കേണ്ടതില്ല. റഹ്മത്തുല്ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായ വാർത്ത അറിഞ്ഞപ്പോ സ്വഹാബത്തുകളൊക്കെ പതറിയ കഥ നമ്മൾ കേട്ടിട്ടില്ലേ? എല്ലാവർക്കും വിശ്വസിക്കാൻ കഴിയാത്ത വിധം വലിയ ഒരു നഷ്ടം തന്നെ, ദുരന്തം തന്നെ സംഭവിച്ചു പോയി എന്ന് പലരും അതാ ബുദ്ധി നഷ്ടപ്പെട്ടതുപോലെ അലഞ്ഞു നടന്നു എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ? എന്നാൽ വരൂ, അതാ അൽ ബിദായത്തു വൻ നിഹായയിലുണ്ട്, അതുപോലെ തന്നെ സിയറു അഅ്ലാമിൻ നുബലായിലുണ്ട്, സിഫത്തു സ്വഫ്വയിൽ ഉണ്ട്, ചരിത്ര ഗ്രന്ഥങ്ങളിലൊക്കെ ഇടം പിടിച്ച ഒരു പിന്നെ മൃഗമുണ്ട്, ഒരു ഒട്ടകമുണ്ട്. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒട്ടകമാണത്. ഖസ്വാ, ആ ഒട്ടകത്തിന്റെ പേര് ഖസ്വാ എന്നാണ്. ഖസ്വാ സല്ലല്ലാഹു അലൈഹി വസല്ലമ എവിടെ പോകുമ്പോഴും യാത്രക്ക് ഉപയോഗിച്ചിരുന്ന ഒട്ടകം, എല്ലാ ഒട്ടകത്തെക്കാളും കൂടുതൽ സ്പീഡിൽ ഓടുന്ന ഒട്ടകം. ആ ഒട്ടകം ചരിത്ര ഗ്രന്ഥങ്ങളിൽ ഇടം പിടിച്ചത് എന്തുകൊണ്ടാ? സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായി എല്ലാ സ്ഥലത്തേക്കും കൊണ്ടുപോയിരുന്ന ഒട്ടകം പിന്നെ കടപ്പിലായി. സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ലോകത്തോട്, ഈ ഭൗതിക ലോകത്തോട്, ഭൗതിക ശരീരത്തിൽ നിന്ന് വിട പറഞ്ഞപ്പോ പിന്നെ ഭക്ഷണം കഴിക്കുന്നില്ല. നബിതങ്ങളുടെ ഒട്ടകം സല്ലല്ലാഹു അലൈഹി വസല്ലം ഭക്ഷണം കഴിക്കുന്നില്ല, കരയന്നെ. ആലോചിച്ച് നോക്കി. വൽ വഹ്ശു വൽ അസ്ജാറു ഖസ്സജദത് ലഹു വഅലൈഹി ഖസ്സല്ലംന ബഅദ തശഹുദി. വൽ വഹ്ശു വൽ അസ്ജാറു ഖസ്സജദത് ലഹു. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വഹ്ശും അഷ്ജാറും കാട്ടുമൃഗങ്ങളും മരങ്ങളും എല്ലാം സുജൂദ് ചെയ്തു പോയി. വഅലൈഹി ഖസ്സല്ലംന ബഅദ തശഹുദി. നബിയെ അങ്ങു പ്രവാചകരാണ് എന്ന് സമ്മതിച്ചതിന് ശേഷം അതാ അവർക്ക് സലാം ചൊല്ലുന്ന മൃഗങ്ങൾ, സലാം ചൊല്ലുന്ന മരങ്ങൾ, വൃക്ഷങ്ങൾ നമ്മൾ എന്നും ചൊല്ലുന്നതല്ലേ. ഖസ്വാഇന് ഭക്ഷണം കഴിക്കാൻ കഴിയുന്നില്ല. സ്വഹാബത്ത് കുറെ ശ്രമിച്ചു നോക്കി, എന്തെങ്കിലും ഒന്ന് കഴിപ്പിക്കാൻ കഴിയുന്നില്ല. കരച്ചിലാണ്. ഇതൊരു സ്വഹാബിയുടെ കഥയല്ല. ഇത് അതല്ലെങ്കിൽ എവിടെയെങ്കിലും ഏതെങ്കിലും പുസ്തകത്തിലുള്ള ഏതെങ്കിലും ഒരു നോവൽ പോലെയുള്ള കഥയല്ല. ചരിത്രം ലോകം അംഗീകരിക്കുന്ന ചരിത്ര ഗ്രന്ഥങ്ങളിലൊക്കെയുള്ള ഹാഫിദ് ഇബ്നു കസീർ തങ്ങളെ പോലെയുള്ള മഹാന്മാർ അൽ ബിദായ വൻ നിഹായയിലും സിയറു അഅ്ലാമിൻ നുബലായിലുമൊക്കെ സിഫത്തു സ്വഫയിലുമൊക്കെ അങ്ങനെ ഞാൻ ഓർമ്മ വന്ന കിതാബുകൾ പറഞ്ഞു എന്ന് മാത്രം. എല്ലാ ചരിത്ര ഗ്രന്ഥങ്ങളിലും ഇടം പിടിച്ച ആ ഒരു ഒട്ടകമാണ് ഖസ്വാ. അതാ ഭക്ഷണം കഴിക്കാൻ പറയുന്നു, കുറെ ശ്രമിക്കുന്നു, കഴിയുന്നില്ല. വെള്ളം കൊടുത്തു നോക്കുന്നു, കഴിയുന്നില്ല. ഖസ്വാ കരയുകയാണ്. കരഞ്ഞ് ഒരു മാസത്തോളം ഇതേ നില തുടർന്നിട്ട് പിന്നെ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു പോവുകയാണ്. കണ്ണിലതാ ഒരു കറുത്ത തുണി കൊണ്ട് സ്വഹാബത്ത് കെട്ടിക്കൊടുക്കുകയാണ്. അങ്ങനെ ആ രൂപത്തിൽ തന്നെ എന്ന് പറഞ്ഞാൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന്റെ ഒരു മാസം മാത്രം കഴിഞ്ഞപ്പോഴേക്ക് ഖസ്വാ മരണപ്പെടുകയാണ്. സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒട്ടകം സ്നേഹിച്ചത് എത്രയാണ്. അപ്പൊ ഞാൻ പറഞ്ഞത് ഒരു ഒട്ടകത്തിന്റെ പുറത്ത് ഒന്ന് സഞ്ചരിക്കുക എന്നതല്ല തെറ്റ്, മറിച്ച് അതിനെ ഏത് രൂപത്തിൽ
ഉപയോഗിച്ചു എന്നിടത്താണ് പ്രശ്നം. കൃത്യമായി ഉപയോഗപ്പെടുത്തിയിരുന്നുവെങ്കിൽ അതെത്രയോ പ്രശംസനീയമായ ഒരു പ്രവർത്തനമായി മാറിയേനെ. നമ്മൾ കൃത്യമായി ചിന്തിക്കണം, വ്യക്തമായ ബോധത്തോടെ ജീവിക്കണം. ഒരു സമയവും നമ്മൾ നഷ്ടപ്പെടുത്താൻ പാടില്ല, ഒരു സമയവും നമ്മൾ നഷ്ടപ്പെടുത്താൻ പാടില്ല. അങ്ങനെ നമ്മൾ ജീവിക്കുമ്പോഴാണ് ഇന്നമൽ ഖൈറു ഫിശ്ശബാബ്. നേരത്തെ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞേ? അശ്ശബാബു ഖിത്അതും മിനൽ ജുനൂൻ. യുവത്വം എന്ന് പറയുന്നത് ഭ്രാന്തിൽ നിന്നൊരു അംശമാണ് എന്നാണ് ഞാൻ ആദ്യം പറഞ്ഞത്. സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറഞ്ഞു. ഇവിടെ പറയുന്നത് കൃത്യമായി ഒരു മനുഷ്യൻ, ഒരു വ്യക്തി അവന്റെ സമയങ്ങളെ കൃത്യമായി ചെലവഴിക്കുമ്പോൾ ഇന്നമൽ ഖൈറു ഫിശ്ശബാബ്, യുവത്വത്തിലാണ് ഖൈർ. ഈ ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അവന് ഖൈർ ഉണ്ടെങ്കിൽ അത് യുവത്വത്തിലാണ്. ഇന്നമൽ ഖൈറു ഫിശ്ശബാബ്. മറ്റിടത്തൊക്കെ ഉണ്ട്, പക്ഷേ യുവത്വത്തെ അപേക്ഷിച്ച് അതൊന്നും ഖൈർ അല്ല. നമ്മുടെ സമയം, നമ്മുടെ ആരോഗ്യം നിങ്ങൾ നോക്കൂ. അന്നല്ലാഹു അസ്സ വജല്ല യഖൂൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും, അയ്യുഹശ്ശാബു താരിഖു ശഹവതഹു മിൻ അജ്ലി അൻത ഇൻദി കബഅദി മലായികതി. യുവത്വം എന്ന് പറയുന്നത് ഭ്രാന്താണ്, അല്ലെങ്കിൽ അതുപോലെയാണ്. എവിടെയാണ് എന്തൊക്കെയാണ് പറയേണ്ടതെന്നറിയില്ല, എങ്ങനെയൊക്കെയാണ് സമയങ്ങൾ ചിലവഴിക്കേണ്ടതെന്നറിയില്ല. ഹലാലും ഹറാമും നോക്കാതെ എന്തൊക്കെയോ വാരിക്കഴിച്ചങ്ങനെ കഴിയുകയാണ് ഒരർത്ഥം. എന്നാൽ കൃത്യമായ ബോധത്തോടുകൂടി പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ ചട്ടക്കൂട്ടിൽ നിന്നുകൊണ്ട് ഒരു മനുഷ്യൻ, ഒരു യുവാവ് ജീവിക്കുകയാണെങ്കിലോ, അയ്യുഹശ്ശാബു താരിഖു ശഹവതഹു മിൻ അജ്ലി അൻത ഇൻദി കബഅദി മലായികതി. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ യുവാവിനെ വിളിച്ചുകൊണ്ട് പറയുകയാണ്, അയ്യുഹശ്ശാബു താരിഖു ശഹവതഹു മിൻ അജ്ലി, എന്റെ കാര്യത്തിനു വേണ്ടി പരിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ കരുതിക്കൊണ്ട് യഥാർത്ഥ മുഅ്മിനായി ജീവിക്കാൻ വേണ്ടിയിട്ട് തൻ്റെ ഇഷ്ടങ്ങളെയും തൻ്റെ പൂതികളെയും തൻ്റെ തോന്നലുകളെയും തോന്നിയതുപോലെയുള്ള ജീവിതത്തെയും ഒക്കെ മാറ്റിവെച്ച് അതെല്ലാം എൻ്റെ കാര്യത്തിന് വേണ്ടി മാറ്റിവെച്ച യുവാവേ, മാറ്റിവെച്ച യുവതിയെ, മാറ്റിവെച്ച സഹോദരാ, മാറ്റിവെച്ച സഹോദരിയെ, അന്ത ഇൻദി കബഅദി മലായികതി, നീ എൻ്റെ മലായികത്തിനെ പോലെയാണ്. അള്ളാഹുവിന്റെ ഇഷ്ടത്തിന് വേണ്ടി തൻ്റെ ഇഷ്ടങ്ങളെയും തൻ്റെ നഷ്ടങ്ങളെയും ഒന്നും പരിഗണിക്കാതെ ഇരുന്ന ആള്, ഇത് പരിശുദ്ധ ദീനുൽ ഇസ്ലാം ഇഷ്ടപ്പെടാത്തതാണ്, ഇത് എൻ്റെ ദീന് അനുവദിക്കാത്തതാണ്, അതിലേക്ക് ഞാൻ പോകൂല. അള്ളാഹു ഇഷ്ടപ്പെടുന്ന മാർഗത്തിലേ ഞാൻ എൻ്റെ സമയം ചിലവഴിക്കൂ. മറ്റാര് എന്തു പറഞ്ഞാലും ഞാൻ അങ്ങോട്ടില്ല. അള്ളാഹുവിന് ഇഷ്ടപ്പെടുമോ ഞാനത് ചെയ്യും, അള്ളാഹുവിന് ഇഷ്ടമില്ലേ ഞാനത് മാറ്റിവെക്കും. അങ്ങനെ തൻ്റെ ജീവിതത്തെ ചിട്ടപ്പെടുത്തിയ യുവാവിനോട്, യുവതിയോട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, അൻത ഇൻദി കബഅദി മലായികതി, നീ എൻ്റെ അടുത്ത് മലായികത്തിനെ പോലെയാണ്. നീ എൻ്റെ അടുത്ത് അതാ മലായികത്തിനെ പോലെയാണ് എന്നു പറഞ്ഞാൽ എന്താണ്? അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ അത്രയും മഹത്വമുള്ളവരാണ് അള്ളാഹുവിൻ്റെ മലായികത്ത്. അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്തയല്ലാതെ, അള്ളാഹുവിനെ കുറിച്ചുള്ള ബോധമല്ലാതെ, അള്ളാഹുവിനെ ആരാധിക്കണം എന്ന ചിന്തയല്ലാതെ മറ്റൊന്നുമില്ലാത്ത ഒരു സൃഷ്ടിയാണ് മലായികത്ത് എന്ന് പറയുന്നത്. ആ മലായികത്തിന്റെ സ്ഥാനം യുവതക്ക് അല്ലാഹു തആല നൽകുകയാണ്. എന്താണ് ചെയ്യേണ്ടത്? കൃത്യമായി അള്ളാഹുവിന്റെ ദീൻ ഇഷ്ടപ്പെടുന്ന കാര്യമാണോ അത് ചെയ്യുക. ദീൻ ഇഷ്ടപ്പെടുന്നില്ലേ അത് ഒഴിവാക്കുക.
നമ്മുടെ ഈ കാലഘട്ടം എന്ന് പറയുന്നത് നന്മക്കും തിന്മക്കും കൂടുതൽ, അങ്ങനെ പറയാൻ പറ്റുള്ളൂ. നന്മക്കും കൂടുതൽ സൗകര്യമുണ്ട്, തിന്മക്കും കൂടുതൽ സൗകര്യമുണ്ട്. എത്രത്തോളം തിന്മ ഇവിടെ വ്യാപകമാണോ അത്രത്തോളം നന്മ ചെയ്യാനുമുള്ള സൗകര്യം അല്ലാഹു തആല ഒരുക്കി തന്നിട്ടുണ്ട്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മളിങ്ങനെ പറയും ഇത് വാട്സപ്പിന്റെ അല്ലെങ്കിൽ സ്മാർട്ട് ഫോണിന്റെ അല്ലെങ്കിൽ മറ്റു യൂട്യൂബിന്റെ ഒക്കെ യുഗമാണ്, തെറ്റുകൾ ഒരുപാട് വ്യാപിച്ചു കിടക്കുകയാണ് എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. അത് ശരിയാണ്. പക്ഷേ ഈ സംഗതിയിലൊക്കെ നന്മയുണ്ട്. നമ്മൾ വാട്സപ്പ് ഒന്ന് ചിന്തിച്ചു നോക്കി. വാട്സപ്പ് തിന്മക്ക് ഒരുപാട് സൗകര്യങ്ങളുള്ള ഒരു മേഖലയാണ്. യൂട്യൂബ് ആണെങ്കിലും ഒക്കെ അങ്ങനെ തന്നെ. പക്ഷെ അതിൽ നന്മ അതിൻ്റെ കൂടെ ഉണ്ട്. നമ്മളെന്താണത് കാണാത്തത്? നമ്മുടെ വാട്സപ്പ് എന്ന് പറയുന്ന ആ ഒരു സമ്പ്രദായം അല്ലാഹു തആല നമുക്ക് സൗകര്യം ചെയ്തു തന്നപ്പോൾ എത്ര ആളുകളാണ് ഇൽമു പഠിക്കുന്നത്? മുമ്പുള്ളതുപോലെ അല്ലല്ലോ, അല്ലേ? എത്ര ആളുകളാണ് സമയങ്ങൾ സ്വലാത്തിലും ദിക്റുലുമായി ചെലവഴിക്കുന്നത്? സ്വലാത്തിന്റെ ഗ്രൂപ്പ്, ദിക്റിന്റെ ഗ്രൂപ്പ്, അസ്മാഉൽ ഹുസ്നയുടെ ഗ്രൂപ്പ്, അതുപോലെ ഫിഖ്ഹിന്റെ ഗ്രൂപ്പ്, തജ്വീദിന്റെ, എന്തൊക്കെ ഗ്രൂപ്പുകളാണ് ദീന് പഠിക്കാൻ വേണ്ടിയിട്ട് കൃത്യമായി ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ നമ്മൾ അതാണ് മനസ്സിലാക്കേണ്ടതും കാണേണ്ടതും. അല്ലാഹു തആല നമുക്ക് സൗകര്യം ചെയ്തു തന്ന നന്മയുടെ വഴി കണ്ടുകൊണ്ട് അനാവശ്യങ്ങളിലേക്ക് കടക്കാതെ കൃത്യമായി ഒരു മെസ്സേജ് അയക്കുകയാണെങ്കിൽ, ഒരു കമന്റ് ഇടുകയാണെങ്കിൽ എന്താണ് അതുകൊണ്ട് ഗുണം? മിൻ ഹുസ്നി ഇസ്ലാമിൽ മർഇ തർക്കുഹു മാ ലാ യഅനി. ഒരു മുഅ്മിനായ മനുഷ്യന്റെ, നല്ലൊരു മുഅ്മിനാണോ ഒരു വ്യക്തി, നല്ലൊരു മുസ്ലിമാണോ, അതിന്റെ അടയാളം എന്താ? തർക്കുഹു മാ ലാ യഅനി. അവന് ആവശ്യമില്ലാത്തതിൽ നിന്നൊക്കെ അവൻ വിട്ടു നിൽക്കും. നമ്മളൊരു വീഡിയോ ഇങ്ങനെ കാണുക, അപ്പൊ അതിലൊരു കമന്റ്, വീഡിയോ കാണുമ്പോൾ തന്നെ ഇതുകൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ എന്ന് ആദ്യം ചിന്തിക്കണം. വെറുതെ ഒരുപാട് തർക്കങ്ങളിലേക്കും മറ്റും ആ തർക്കങ്ങളൊന്നും കണ്ടിട്ട് നമുക്കൊരു ഗുണമില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ തർക്കങ്ങളൊക്കെ കുറെ കേട്ട് സമയം ചെലവഴിച്ചിട്ട് ഒരു കാര്യമില്ല. അതുപോലെ അതിന്റെ അടിയിൽ കമന്റ് എഴുതുമ്പോൾ എന്തെങ്കിലും ഒരു ഗുണം അതുകൊണ്ടുണ്ടോ? ഇല്ലെങ്കിൽ വെറുതെ നമ്മുടെ സമയം ചെലവഴിക്കണോ എങ്കിൽ അല്ലാഹു തആല നമ്മെ ഒഴിവാക്കി എന്നതിന്റെ അർത്ഥം. മിൻ ഹുസ്നി ഇസ്ലാമിൽ മർഇ തർക്കുഹു മാ ലാ യഅനി. ഒരു നല്ല മുസ്ലിമിന്റെ അടയാളം അനാവശ്യ കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുക എന്നുള്ളതാണ്. അപ്പൊ ആലോചിച്ച് നോക്കി, നമ്മൾ ഒരു ദിവസം എത്ര കാര്യങ്ങളിലാണ് നമ്മൾ ഇടപെടുന്നത്? ഇതിൽ ഏതൊക്കെ ആവശ്യമുള്ളതുണ്ട്, ഏതൊക്കെ ആവശ്യമില്ലാത്തതുണ്ട്? ആവശ്യമുള്ളതിൽ മാത്രം കൃത്യമായി നമ്മൾ ഇടപെടുന്നുണ്ടോ? ഇല്ല, നമ്മുടെ സമയങ്ങളൊക്കെ അനാവശ്യത്തിലാണോ ചെലവഴിക്കുന്നത് എങ്കിൽ അള്ളാഹു നമ്മെ തൊട്ട് തിരിഞ്ഞു കളഞ്ഞു എന്ന അതിൻ്റെ അർത്ഥം. മഹാന്മാർ പറഞ്ഞത് കാണാം, ഒരു മുഅ്മിനായ മനുഷ്യൻ അനാവശ്യ കാര്യങ്ങളിലാണ് അവന്റെ സമയങ്ങൾ ചിലവഴിക്കുന്നത് എങ്കിൽ അലാമത്തു ഇഅറാദില്ലാഹി തആല അൻഹു. അല്ലാഹുവിനെ ഓൻ ആവശ്യമില്ല, അല്ലാഹുവിനെ ഓനെ വേണ്ട എന്ന് പറഞ്ഞാൽ എന്താ? അല്ലാഹു അവനെ തൊട്ട് തിരിഞ്ഞു കളയാന്ന് പറഞ്ഞ അല്ലാഹുവിന്റെ ഗുഫ്റാന്, അല്ലാഹുവിന്റെ തർക്കു റഹ്മതിഹി വ അഫ്വിഹി, അല്ലാഹുവിന്റെ അഫ്വ് കിട്ടൂല, അല്ലാഹുവിന്റെ റഹ്മത്ത് കിട്ടൂല. അവന്റെ അമലുകളൊന്നും അല്ലാഹു തആല സ്വീകരിക്കുകയില്ല. അപ്പൊ ആവശ്യമുള്ള കാര്യത്തിൽ മാത്രം കൃത്യമായി നമ്മുടെ സമയങ്ങൾ ഉപയോഗപ്പെടുത്തുക. അങ്ങനെ പരിശുദ്ധ ഖുർആൻ പറഞ്ഞ രൂപത്തിൽ നമ്മൾ ജീവിതം നയിക്കുക. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഞാനൊരു ചെറുപ്പക്കാരന്റെ ചരിത്രം പറയാം. മഹാനായ മൻസൂർ ഇബ്നു അമ്മാർ എന്ന് പറയുന്ന ദമസ്കസിലെ ഒരു വാഇദുകാരൻ, വലിയ വാഇദ് പറയുന്ന ആളാ. ഒരുപാട് ജനങ്ങളെ ഒരേ സദസ്സിലിരുത്തിക്കൊണ്ട് വലിയ വാഇദ് പറയുന്ന ആളാണ് മൻസൂർ ഇബ്നു അമ്മാർ. മഹാനവർകൾ ഒരു ദിവസം ഇങ്ങനെ ഒരു രാത്രി യാത്ര ചെയ്യുമ്പോൾ ഒരു വീട്ടിൽ നിന്ന് ഇങ്ങനെ കരച്ചിൽ കേൾക്കുക. അപ്പോ ചെറിയ വിളക്കും ഒക്കെ അല്ലേ ഉള്ളൂ, വലിയ സമ്പ്രദായം ഒന്നുമില്ലല്ലോ. എന്താണ് ഏതാണ് കൃത്യമായി അറിയാൻ കഴിയുന്നില്ല. മഹാനവറുകൾ ചെറിയ ഒരു അടയാളം വെച്ചുകൊണ്ട് കുറച്ചു നേരം അവിടെ ഇരുന്നു. എന്താണ് ഇപ്പോൾ ഇങ്ങനെ കരയുന്നത്? അപ്പൊ ഒരു ചെറുപ്പക്കാരൻ, ഒരു യുവാവ് അങ്ങനെ പറഞ്ഞു കരയാണ്, അല്ലാഹുവേ
ഞാൻ നിന്നോട് തെറ്റ് ചെയ്തത് അല്ലാ നിന്നോടുള്ള വെറുപ്പ് കൊണ്ടല്ല, എതിർപ്പ് കൊണ്ടല്ല, സാഹചര്യം അങ്ങനെ ആയതാണ്, എനിക്ക് പൊറുക്കണേ അല്ലാ. ഒരു യുവാവ് ഇങ്ങനെ തൻ്റെ കുടിലിൻ്റെ ഉള്ളിൽ ഇരുന്നു കൊണ്ട് ആരും അറിയാതെ റബ്ബിനെ മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് അല്ലാ അല്ലാ, ഞാൻ നിന്നോട് തെറ്റു ചെയ്തത് നിന്നോടുള്ള എതിർപ്പ് കൊണ്ടല്ല, നിന്നോടുള്ള വെറുപ്പ് കൊണ്ടല്ല, എനിക്ക് പൊറുക്കണേ അല്ലാ എന്നിങ്ങനെ ചെറുപ്പക്കാരൻ ഉറക്കെ അതാ കരഞ്ഞു പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ മൻസൂർ ഇബ്നു അമ്മാർ എന്ന് പറയുന്ന വാഇദ് ആ കുടിലിന്റെ ഉള്ളിലേക്കൊന്ന് നോക്കിയിട്ട് അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ വഖൂദുഹാ الناس والحجارة. ഈ ആയത്തങ്ങ് ഓതി കേൾപ്പിക്കുകയാണ്. ആ ചെറുപ്പക്കാരൻ തന്നെ താൻ ചെയ്ത തെറ്റ് പേടിച്ചുകൊണ്ട് അള്ളാഹുവിനോട് കരഞ്ഞു പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ മൻസൂർ ഇബ്നു അമ്മാർ തങ്ങൾ ഈ ആയത്തങ്ങ് ഓതിക്കൊടുത്തപ്പോൾ ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ വഖൂദുഹാ الناس والحجارة. നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ അതാ നരകത്തിൽ നിന്ന് നിങ്ങൾ കാക്കണേ. നിങ്ങളുടെ ശരീരം മാത്രമല്ല വഅഹ്ലീകും നിങ്ങളുടെ കുടുംബത്തിന്റെയും വഖൂദുഹന്നാസു വൽ ഹിജാറ അവിടെ കത്തി എരിയിക്കപ്പെടുന്നത് കല്ലുകളും മരങ്ങളുമാണ്, കല്ലുകളും മനുഷ്യരുമാണ്. വഖൂദുഹന്നാസ് അന്നാസ് മനുഷ്യരാണ്, വൽ ഹിജാറ കല്ലുകളുമാണ് എന്ന് അർത്ഥം വരുന്ന ആയത്തങ്ങ് ഓതി കേൾപ്പിച്ചപ്പോ പിന്നെ ആ കുടിലിന്റെ ഉള്ളിലുള്ള ആ ശബ്ദം നിലച്ചു പോവുകയാണ്, കേൾക്കുന്നില്ല. അതുവരെ കരഞ്ഞുകൊണ്ടിരുന്ന ആർത്ത് അട്ടഹസിച്ചു കൊണ്ടിരുന്ന വേറൊന്നുമല്ല പറയുന്നത്, അല്ലാഹ് അല്ലാഹ് എന്ന് വിളിച്ചാണ്. ശബ്ദം കേൾക്കുമ്പോ ഒരു യുവാവിൻ്റെതാണ്. മൻസൂർ തങ്ങൾ ആ ആയത്തങ്ങ് ഓതി കേൾപ്പിച്ചപ്പോ പിന്നെ ശബ്ദം നിലച്ചു പോവുകയാണ്. മഹാനവർകൾക്ക് ഒന്നും പിടുത്തം കിട്ടുന്നില്ല, എന്ത് സംഭവിച്ചു പോയി എന്നറിയുന്നില്ല. അന്ന് അവിടുന്ന് തിരിച്ചു പോകുന്നു, പിന്നെ മടങ്ങി വന്നു. പിറ്റേ ദിവസം രാവിലെ ഒന്ന് വന്ന് നോക്കുമ്പോൾ ഒരു വയസ്സായ ഉമ്മാദാ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഓടുകയാണ്. എന്താന്നറിയുന്നില്ല, വെപ്രാളപ്പെട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. മൻസൂർ തങ്ങൾ ചോദിക്കുന്നു, എന്താ ഉമ്മ നിങ്ങൾ ഇങ്ങനെ വെപ്രാളപ്പെടുന്നത്, എന്താ നിങ്ങൾ ബേജാറാകുന്നത്, എങ്ങോട്ടാണ് നിങ്ങൾ ഇങ്ങനെ ഓടിക്കളിക്കുന്നതെന്ന് ചോദിച്ചപ്പോ ആ ഉമ്മയുടെ മറുപടി, മോനെ ഇന്നലെ എൻ്റെ മകനതാ കുറച്ചു നേരം ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു, അള്ളാഹുവിനെ ഓർത്ത് കരയുകയാണ്. ആരോ പുറത്തു നിന്നു എന്തോ ഓതി കേൾപ്പിച്ചപ്പോ പിന്നെ എൻ്റെ മകന്റെ ശബ്ദം ഞാനും കേട്ടില്ല. രാവിലെ ചെന്ന് നോക്കുമ്പോ എൻ്റെ മകൻ മരണപ്പെട്ട് കിടക്കുകയാണ്. അല്ലാഹ്, മഹാന്മാരുടെ ജീവിതം നിങ്ങളൊന്ന് നോക്കൂ. മൻസൂർ ഇബ്നു അമ്മാർ റളിയല്ലാഹു അൻഹു, നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെയും നിങ്ങളുടെ കുടുംബത്തിന്റെ ശരീരത്തെയും നരകത്തിൽ നിന്നു കാക്കണേ എന്ന അർത്ഥം വരുന്ന ആയത്തങ്ങ് ഓതി കേൾപ്പിച്ചപ്പോ മൻസൂർ തങ്ങൾ ഇത് പ്രതീക്ഷിച്ചിട്ടൊന്നും അല്ല, ഒന്നുകൂടെ ഈമാൻ വർദ്ധിപ്പിക്കട്ടെ എന്ന നിലക്കാണ് അങ്ങ് ഓതി കേൾപ്പിച്ചപ്പോൾ ഈ മഹാനായ ചെറുപ്പക്കാരൻ അതാ അറ്റാക്ക് സംഭവിക്കുകയാണ്. അങ്ങനെ ബോധം കെട്ട് നിലത്തു വീണു മരിച്ചു വീഴുകയാണ്. സഹിക്കാൻ കഴിയുന്നില്ല. അവരുടെ മുന്നിൽ ഖുർആൻ പാരായണം ചെയ്യുമ്പോ അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല. എന്റെ അവസ്ഥ എന്താകുമെന്ന് തിരിച്ചറിയാത്തതിന്റെ ബേജാറാണ്. ആ ഉമ്മ പറഞ്ഞു, ഒരാൾ പുറത്തു വന്നുകൊണ്ട് ഖുർആനിന്റെ ആയത്തങ്ങ് ഓതി കേൾപ്പിച്ചതേ ഉള്ളൂ, പിന്നെ എൻ്റെ മകന്റെ ശബ്ദം ഞാൻ കേട്ടിട്ടില്ല. രാവിലെ ചെന്നു നോക്കുമ്പോൾ മകൻ മരണപ്പെട്ട് കിടക്കുകയാണ്. മൻസൂർ തങ്ങൾ പറയുന്നു, ഹാദാ ഖതീലുൽ ഖുർആൻ, ഇത് ആരാന്നറിയോ?
ഖത്തീലുൽ ഖുർആനാണ്. പരിശുദ്ധ ഖുർആനിനാൽ കൊല്ലപ്പെട്ട മഹാനാണ്, ഷഹീദാണ്. ഇദ്ദേഹത്തെ കൊന്നത് ആരല്ല? ഇസ്ലാമിന്റെ ശത്രുക്കളല്ല, പൊരുതി മരിച്ചതല്ല, പരിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ നിലനിർത്താൻ വേണ്ടിയിട്ട് പടക്കളത്തിൽ ഇറങ്ങിയിട്ട് ഷഹീദായതല്ല. പിന്നെ ആരാണ്? ഖത്തീലുൽ ഖുർആൻ. ഇദ്ദേഹത്തെ കൊന്നത് ഖുർആനാണ്. എങ്ങനെയാണ് കൊന്നത്? അതാ വലിയ ആശയം ഉൾക്കൊള്ളുന്ന ഒരു ആയത്തങ്ങ് ഓതിയപ്പോഴേക്ക് മനസ്സിന് പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല. ബോധം കെട്ട് മരിച്ചു വീഴുകയാണ്. അല്ലാഹുവേ, ആ രൂപത്തിലുള്ള യുവാക്കളാകുന്ന മഹാനുഭാവരുടെ ജീവിതം ഞങ്ങൾക്കും നൽകി നീ ഞങ്ങളെ അനുഗ്രഹിക്കണേ അല്ലാഹ്. മൗലായ സല്ലി വസല്ലിം ദായിമൻ അബദാ. ചൊല്ലി യാ റബ്ബി ബിൽ മുസ്തഫ ബല്ലിഗ് മഖാസിദനാ. ഇവരൊക്കെയാണ് നമ്മൾ മാതൃകയാക്കേണ്ടത്. ഞാൻ ആദ്യം പറഞ്ഞില്ല, നമ്മുടെ പ്രായം അതാണെന്ന് പറഞ്ഞ് നമുക്ക് കഴിച്ചിലാവാൻ കഴിയില്ല. മഹാന്മാരൊക്കെ അങ്ങനെയാണ് ജീവിച്ചത്. സൗദ റളിയല്ലാഹു അൻഹയോട് ഒരു ചോദ്യം. ഉമ്മുൽ മുഅ്മിനീൻ റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയ ഭാര്യ, നമ്മുടെയൊക്കെ ഉമ്മ സൗദ റളിയല്ലാഹു അൻഹ, എന്താ നിങ്ങൾ മറ്റുള്ളവരെ പോലെ കൂടുതൽ ഹജ്ജ് ചെയ്യാത്തത്? എൻ്റെ ഉമ്മമാർ, എൻ്റെ സഹോദരിമാർ ഒക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഞാൻ എൻ്റെ വാഴ്ന്നു കേൾക്കുന്ന ഉമ്മമാരോട്, സഹോദരിമാരോട് കുറച്ചൊന്ന് ഇവിടെ ശ്രദ്ധിക്കണം. ഈ ഒരു കാര്യം പറയുമ്പോൾ എന്താണത്? മഹദി സൗദ റളിയല്ലാഹു അൻഹ പറഞ്ഞൊരു വിഷയം, മറ്റുള്ളവരെ പോലെ നിങ്ങൾക്ക് ഒരുപാട് സൗകര്യങ്ങൾ ഉണ്ടായിട്ടും എന്തേ നിങ്ങൾ കൂടുതൽ ഹജ്ജ് ചെയ്യാതിരുന്നത്? ഒരു ഹജ്ജിൽ നിർത്തിയത് എന്തേ? ഒരു ഉംറയിൽ നിർത്തിയത് എന്തേ? എന്തേ കാരണം? മാലകി ലാ തഹജ്ജീന വലാ തഅതമിരീന കമാ തഫഅലു അഖവാതുക. നിങ്ങളെപ്പോലെ മറ്റുള്ളവരൊന്നും അങ്ങനെയല്ലല്ലോ. ഒന്നിലധികം ഹജ്ജു ചെയ്തവരാണല്ലോ, ഒന്നിലധികം ഉംറ ചെയ്തവരാണല്ലോ. എന്തേ നിങ്ങൾ ഹജ്ജ് കൂടുതൽ ചെയ്യാത്തത്? എന്തേ നിങ്ങൾ കൂടുതൽ ഉംറ ചെയ്യാത്തത് എന്നങ്ങ് ചോദിച്ചപ്പോൾ ഫഖാലത് ഖദ് ഹജജ്തു വഹ്തമർതു വഅമറനി അല്ലാഹു അൻ അഖിറ ഫീ ബൈതി. ഞാൻ ഒരു ഹജ്ജ് ചെയ്തിട്ടുണ്ട്, ഞാൻ ഒരു ഉംറ ചെയ്തിട്ടുണ്ട്. പിന്നെ അല്ലാഹു തആല എന്നോട് കൽപ്പിച്ചത് അൻ അഖിറ ഫീ ബൈതി, എൻ്റെ വീട്ടിൽ ഒതുങ്ങി താമസിക്കാനാണ്. വലാ തബറജ്ന വഖർന ഫീ ബുയൂതികുന്ന വഖർന ഫീ ബുയൂതികുന്ന. ഉമ്മമാരെ, സഹോദരിമാരെ, ഒന്നിവിടെ ശ്രദ്ധിക്കണേ. വീട്ടിൽ നിന്ന് ഇറങ്ങി തിരിക്കുമ്പോൾ നിങ്ങളുടെ മംസളമായ ഭാഗങ്ങളെ മറ്റുള്ളവരെ ആകർഷിപ്പിക്കുന്ന രൂപത്തിൽ ഇറങ്ങുന്നവരാണോ? നിങ്ങളുടെ യുവത്വം അതാ മറ്റു ചെറുപ്പക്കാരനെ, അന്യ പുരുഷനെ അത് നിങ്ങളിലേക്ക് ആകർഷിപ്പിക്കുന്ന വിധത്തിലുള്ള വസ്ത്രധാരണയുള്ളവരാണോ? രണ്ടു കാര്യങ്ങളാണ് ഞാനിവിടെ പറയുന്നത്. ഒന്ന് ഫാത്തിമ ബീവിയുടെ ഒരു സാഹചര്യം ഞാനിവിടെ പറയുകയാണ്. അതുപോലെ സൗദ റളിയല്ലാഹു അൻഹയുടെ തീരുമാനം ഞാൻ നിങ്ങളുടെ മുന്നിൽ വെക്കുന്നത്, ഒന്ന് മാറി ചിന്തിക്കണേ, ഒന്ന് നന്നാവാൻ ശ്രമിക്കണേ. സൗദാ ബീവി റളിയല്ലാഹു അൻഹയോട് ചോദിക്കുകയാണ്, മറ്റുള്ളവരൊക്കെ ചെയ്തതുപോലെ ഒരുപാട് സൗകര്യങ്ങൾ ഉണ്ടായിട്ടും ഒന്നിലധികം ഹജ്ജ് നിങ്ങൾ എന്തുകൊണ്ടോ ചെയ്തില്ല? ഒന്നിലധികം ഉംറ നിങ്ങൾ എന്തുകൊണ്ടോ ചെയ്തില്ല എന്നങ്ങ് ചോദിച്ചപ്പോ അവിടുത്തെ മറുപടി, അല്ലാഹുവേ, ഇത്തരം മഹതിമാർ
മഹാന്മാരുടെ ഞങ്ങളുടെ ഉമ്മഹാത്തുൽ മുഅ്മിനീനിന്റെ കൂടെ സ്വർഗ്ഗത്തിൽ കടക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്. സൗദാ റളിയല്ലാഹു അൻഹയുടെ മറുപടി, ഞാൻ ഒരു ഹജ്ജ് ചെയ്തിട്ടുണ്ട്, ഒരു ഉംറ ചെയ്തിട്ടുണ്ട്, അത് മതി, ഞാൻ നിർത്തിക്കളഞ്ഞു. ഹജ്ജിന് മഹത്വം ഇല്ലാത്തത് കൊണ്ടല്ല, ഉംറക്ക് പവിത്രത ഇല്ലാത്തത് കൊണ്ടല്ല, എനിക്ക് ഹജ്ജ് ചെയ്യാൻ കൊതിയില്ലാത്തത് കൊണ്ടല്ല, എനിക്ക് ഉംറ ചെയ്യാൻ പൂതിയില്ലാത്തത് കൊണ്ടല്ല. പിന്നെ എന്താണെന്നറിയോ? അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞു, അതാ മുഅ്മിനീങ്ങളായ മുഅ്മിനാത്തുകളായ സ്ത്രീകളെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, വഖർന ഫീ ബുയൂതികുന്ന വലാ തബറജ്ന തബറുജൽ ജാഹിലിയ്യത്തിൽ ഊലാ. നിങ്ങൾ നിങ്ങളുടെ വീടുകളുടെ ഉള്ളിൽ ഒതുങ്ങി ജീവിക്കണേ, നിങ്ങൾ അലഞ്ഞു തിരിഞ്ഞു നടക്കരുത്. വലാ തബറജ്ന തബറുജൽ ജാഹിലിയ്യത്തിൽ ഊലാ. അതാ നിങ്ങളുടെ മുൻഗാമികളായ ജാഹിലിയാത്തുകളായ പരിശുദ്ധ ദീനുൽ ഇസ്ലാം എന്താണെന്ന് പോലും അറിയാത്ത നിങ്ങളുടെ മുൻഗാമികൾ ജീവിച്ചതുപോലെ നിങ്ങൾ ജീവിക്കല്ല. വഖർന ഫീ ബുയൂതികുന്ന, വീടുകളിൽ ഒതുങ്ങി താമസിക്കണേ, അല്ലാഹുവിനെ വഴിപ്പെട്ട് ജീവിക്കണേ, ഭർത്താവിനെ അനുസരിച്ചു ജീവിക്കണേ, വീട്ടിൽ ചെയ്യേണ്ട കാര്യങ്ങൾ നല്ല രൂപത്തിൽ ചെയ്തു തീർക്കണേ, മറ്റു വിഷയങ്ങളിൽ നിങ്ങൾ ഇടപെടേണ്ടതില്ല, പൊതുവിഷയങ്ങളിൽ നിങ്ങൾ ഇടപെടേണ്ടതില്ല, ഫർദു കിഫായിയായ ഒരു വിഷയത്തിലും നിങ്ങൾ ഇടപെടേണ്ടതില്ല. ഒരു നാട്ടിൽ അതാ മയ്യത്ത് നിസ്കാരം നടന്നിട്ടില്ലെങ്കിൽ, ഒരു നാട്ടിൽ അതാ ജമാഅത്ത് നടന്നിട്ടില്ലെങ്കിൽ, ഒരു നാട്ടിൽ അതാ ജുമുഅ നടന്നിട്ടില്ലെങ്കിൽ, അതുപോലെയുള്ള ഫർദ് കിഫായിയായ വിഷയങ്ങൾ നടന്നിട്ടില്ലെങ്കിൽ, ഉമ്മമാരെ, സഹോദരിമാരെ, അല്ലാഹു നിങ്ങളോട് ചോദിക്കൂല. കാരണം ഫർദ് കിഫായിയായ വിഷയങ്ങളൊക്കെ ഇവിടെ നടത്തിക്കൊണ്ടുപോവേണ്ടത് പുരുഷന്മാരാണ്. നിങ്ങൾ എന്തിനാണ് ഇറങ്ങി തിരിക്കുന്നത്? നിങ്ങൾ എന്തിനാണ് വീട്ടിൽ നിന്ന് പുറപ്പെടുന്നത്? പുറപ്പെടേണ്ട അത്യാവശ്യ സാഹചര്യങ്ങളുണ്ടല്ലോ. നമുക്കെപ്പോഴും വീട്ടിൽ ഒതുങ്ങിക്കഴിയാൻ കഴിയില്ലല്ലോ. പോവേണ്ട സ്ഥലത്തേക്ക് പോവേണ്ടതുണ്ടല്ലോ. അങ്ങനെ പോവുകയാണെങ്കിൽ കൃത്യമായ ബോധത്തോടെ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം പറഞ്ഞതുപോലെ ഔറത്ത് മറച്ചുകൊണ്ട് പുറത്തിറങ്ങണേ ഉമ്മമാരെ, പുറത്തിറങ്ങണേ സഹോദരിമാരെ. എനിക്ക് ഇന്നിവിടെ വന്നിരായ ഉസ്താദ് എന്നോട് വിളിച്ചു പറഞ്ഞിട്ട് യുവത്വം വഴിതെറ്റിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയാൻ, ആ വിഷയം സംസാരിക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ കിട്ടിയ അവസരം ഉപയോഗപ്പെടുത്തുന്നത്, നിങ്ങളൊന്ന് കൃത്യമായി ഔറത്ത് മറച്ചുകൊണ്ട് പുറത്തിറങ്ങണേ എന്നു പറയാനാണ്. നോക്കൂ, മഹദി ഫാത്തിമ റളിയല്ലാഹു അൻഹാ നമ്മളിപ്പോ കാണുന്ന രൂപത്തിൽ മയ്യത്ത് കട്ടിലിൽ ഇങ്ങനെ മുകളിൽ ഒരു ഇതിങ്ങനെ ഉണ്ടല്ലോ, മയ്യത്ത് കട്ടില് മയ്യത്ത് കട്ടിൽ ഇങ്ങനെ വെച്ചിട്ട് അങ്ങനെ നേരെ അങ്ങനെ കൊണ്ടുപോകുന്ന സ്വഭാവമാണ് ആദ്യം ഉണ്ടായിരുന്നത്. മയ്യത്ത് എത്രത്തോളം തടിയും വണ്ണവും ഉണ്ട് എന്നൊക്കെ തിരിച്ചറിയും. ആ രൂപത്തിൽ മേലെ ഒന്നും മൂടൂല. നമ്മുടെ ഇപ്പത്തെ ഇത് അങ്ങനല്ല. ഒരു കൂട് പോലെ ഒരു മയ്യത്ത് കട്ടിലിന്റെ ഉള്ളിൽ കിടത്തിയിട്ട് അതിന് മുകളിൽ മൂടുന്നൊരു സ്വഭാവം ഇപ്പൊ ഉണ്ട്. ആദ്യം അതൊന്നുമില്ല. ആദ്യമായി അത് വേണം എന്ന് പറഞ്ഞത് മഹദി ഫാത്തിമ റളിയല്ലാഹു അൻഹാ. ചിന്തിച്ചു നോക്ക്, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. അവരുടെ കൂടെയാണ് നമുക്ക് സ്വർഗത്തിൽ കടക്കേണ്ടത്. ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹ വസിയ്യത്ത് ചെയ്യുകയാണ്. ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹ വസിയ്യത്ത് ചെയ്യുകയാണ്. എന്താണ് വസിയ്യത്ത് ചെയ്യുന്നത്? ഞാനെങ്ങാനും മരണപ്പെട്ടാൽ നിങ്ങളിപ്പോ ചെയ്യുന്നത് പോലെ എന്നെ മയ്യത്ത് കൊണ്ടുപോവരുത്.
ഒരു ഖൈമ പോലെ, ഒരു കൂടുപോലെ മയ്യത്തുകട്ടിലിന്റെ മുകളിൽ നിങ്ങൾ പണിയണേ. അല്ലാതെ ഒരു പലകയിൽ ഇങ്ങനെ കടത്തിക്കൊണ്ടുപോകുമ്പോ എന്നെ കഫൻ തുണിയിൽ എങ്ങനെ എന്നെ പൊതിഞ്ഞിട്ട് ആ കഫൻ തുണിയിൽ പൊതിഞ്ഞ എൻ്റെ മയ്യത്തിനെ നിങ്ങൾ പലകയിൽ വെച്ച് കൊണ്ടുപോയാൽ എൻ്റെ ശരീരത്തിന്റെ വണ്ണവും വടിവും എല്ലാം കാണുന്നവർക്ക് മനസ്സിലാകും. അതുകൊണ്ട് അത് വേണ്ട. എന്നെ നിങ്ങൾ അതാ ഖബർസ്ഥാനിലേക്ക് കൊണ്ടുപോകുമ്പോ മയ്യത്തു കട്ടിലിന്റെ മുകളിൽ ഒരു കൂടുപോലെ എന്തെങ്കിലും ഒരു മറവെക്കണേ. മരണസമയത്തു പോലും മരണത്തിന്റെ ശേഷം എന്നെ എങ്ങനെ കൊണ്ടുപോവണം എന്നുപോലും അതാ കൃത്യമായി വസിയ്യത്ത് ചെയ്ത മഹദി ഫാത്തിമ റളിയല്ലാഹു അൻഹാ. അവരാണ് നമ്മുടെ മാതൃക. അവർ പ്രവേശിക്കുന്ന സ്വർഗത്തിലാണ് നമുക്ക് പ്രവേശിക്കേണ്ടത്. അവർ ജീവിച്ചതുപോലെ അത്രയും അതിസൂക്ഷ്മമായി ജീവിക്കാനുള്ള സാഹചര്യമല്ല നമുക്കെങ്കിലും അത്രത്തോളം ചിന്തിച്ച് അത്രത്തോളം അതാ തഖ്വയോടെ ജീവിച്ച് അങ്ങനെയുള്ള ഒരു സാഹചര്യം അല്ല നമുക്കെങ്കിലും നമ്മൾ എത്ര ശ്രമിച്ചാലും അവരുടെ 7 അയലത്ത് പോലും നമ്മൾ എത്തുകയില്ല എങ്കിലും നമ്മുടെ മാതൃക അവരാണ്. അതുകൊണ്ട് തന്നെ മരണശേഷം എന്നെ എങ്ങനെ കൊണ്ടുപോകണമെന്ന് പറഞ്ഞ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ ആ വസിയ്യത്ത് നമ്മുടെ മനസ്സിൽ വേണേ ഉമ്മമാരെ. ആ രൂപത്തിൽ നമ്മുടെ ഭാര്യമാരെ പുറത്തിറക്കുന്നുണ്ടെങ്കിൽ വേണ്ട വേണ്ട, അതുകൊണ്ട് നമുക്കൊന്നും കിട്ടാനില്ല. നാം ആസ്വദിക്കേണ്ടതാണ് നമ്മുടെ ഭാര്യമാരെ, മറ്റുള്ളവർക്ക് ആസ്വദിക്കേണ്ടതല്ല. എൻ്റെ ചെറുപ്പക്കാരെ നല്ലപോലെ മനസ്സിലാക്കണം. ആ ഉറത്ത് മറച്ചുകൊണ്ട് തന്നെ നമ്മുടെ ഭാര്യമാരെ പുറത്തു കൊണ്ടുപോവണം. അല്ലാഹുവേ, പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ വഴിയിൽ ഞങ്ങളെ നടത്തണേ അല്ലാ. നിങ്ങൾ ആലോചിക്കണം, ഇതുവരെ നമ്മൾ എങ്ങനെ ജീവിച്ചു എന്നതിൽ പ്രശ്നമില്ല. നാം നമ്മുടെ കാലത്തെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നാം തിരുത്താൻ ശ്രമിച്ചാൽ അതാ നേരത്തെ മൻസൂർ ഇബ്നു അമ്മാർ തങ്ങള് ആ യുവാവിനോട് ഓതി കേൾപ്പിച്ചതുപോലെ ആ ആയത്ത് ഖു അൻഫുസകും വ അഹ്ലീകും നാറാ. നമ്മുടെ കുടുംബത്തെ, നമ്മുടെ ശരീരത്തെ, നമ്മുടെ കുടുംബത്തെ നമ്മൾ ആദ്യം നന്നാക്കാൻ ശ്രമിക്കുക. അല്ലാതെ കാലത്തെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നഈബു സമാനനാ വൽ ഐബു ഫീനാ വമാ ലി സമാനിനാ ഐബു സിവാനാ. നഈബു സമാനനാ, നമ്മൾ കാലത്ത് ഇങ്ങനെ കുറ്റം പറയാ, കാലത്തെ നമ്മൾ ഇങ്ങനെ കുറ്റം പറയാ. കാലം ഭയങ്കര മോശ, ഈ കാലഘട്ടമൊക്കെ ഭയങ്കര മോശ. ഒരു മോശവും കാലത്തിനില്ല, ഒരു മോശവുമില്ല. വൽ ഐബു ഫീനാ, മോശം നമുക്കാണ്. ശാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞ എത്ര കറക്റ്റാ. നിങ്ങൾ ആലോചിച്ച് നോക്കുക, നമ്മുടെ കയ്യിലുള്ള മൊബൈലിനെ, ആ മൊബൈൽ നന്മ മതി എന്ന് നമ്മൾ തീരുമാനിച്ചാൽ പിന്നെ നമുക്ക് നന്മയേ ഉള്ളൂ. നമ്മളാണ് തിന്മയിലേക്ക് നമ്മുടെ കൈകളെയും നമ്മുടെ മൊബൈലിനെയും നമ്മൾ കൊണ്ടുപോകുന്നത്, അല്ലേ? ഐബു സമാനനാ വൽ ഐബു ഫീനാ വമാ ലി സമാനിനാ ഐബു സിവാനാ. നമ്മളിങ്ങനെ നമ്മുടെ കാലത്തെയാണ് നമ്മൾ കുറ്റം പറയുന്നത്. പക്ഷേ പ്രശ്നമുള്ളത് കാലഘട്ടത്തിനല്ല, നമുക്കാണ് പ്രശ്നം. നാമാണ് തീരുമാനിക്കേണ്ടത് എൻ്റെ വിരൽ ചലിക്കേണ്ടത് എന്തിനാണ്. നാമാണ് തീരുമാനിക്കേണ്ടത് എൻ്റെ ബുദ്ധി ചലിക്കേണ്ടത്, എൻ്റെ ബുദ്ധി പ്രവർത്തിക്കേണ്ടത് എന്തിനാണ് എന്ന്. അതിനുള്ള സ്വാതന്ത്ര്യം അല്ലാഹു നമുക്ക് തന്നിട്ടുണ്ട്. ഏതു കാലഘട്ടത്തും തിന്മയുണ്ട്, അതിനെ അതിജയിക്കാൻ നന്മയുടെ സാഹചര്യങ്ങൾ അല്ലാഹു വെച്ചിട്ടുണ്ട്. ഏതു കാലഘട്ടത്തും കാലോചിതമായ തിന്മയുണ്ട്, അതിനെ അതിജയിക്കാൻ നന്മയും അല്ലാഹു തആല വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് നാം നമ്മുടെ സമയങ്ങളെ ചെലവഴിക്കുമ്പോൾ, നമ്മുടെ ആരോഗ്യങ്ങളെ നാം ഉപയോഗപ്പെടുത്തുമ്പോൾ അല്ലാഹു ഇഷ്ടപ്പെടുന്ന മാർഗത്തിലാണോ എന്ന് ചിന്തിക്കണം. അല്ലെങ്കിൽ നാളെ റബ്ബിന്റെ മുമ്പിൽ വിരൽ കടിക്കേണ്ടി വരും, രക്ഷയില്ല. ഇപ്പൊ നമ്മൾ ചിന്തിച്ചിട്ടെങ്കിൽ ഇല്ലെങ്കിൽ പിന്നെ രക്ഷയില്ല. ഹത്താ ഇദാ മാ ജാഊഹാ ശഹിദ അലൈഹിം സമഉഹും വഅബ്സാറുഹും വജുലൂദുഹും ബിമാ കാനൂ യഅമലൂൻ
وقالوا لجلودهم لما شهدتم علينا قالوا أنطقنا الله الذي أنطق كل شيء وهو خلقكم أول مرة وإليه ترجعون. സ്ത്രീകളുടെ ഭാഗത്തേക്ക് ബക്കറ്റ് കൊടുത്തയച്ചിട്ടുണ്ട്. നിങ്ങൾ നല്ലപോലെ അതുമായി സഹകരിക്കുന്നവരാണ്. എന്നാലും ഓർമ്മപ്പെടുത്തുന്നു, നല്ലപോലെ അതിലേക്ക് നിങ്ങൾ സംഭാവന ഇടണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു നമ്മുടെ സംഭാവനകളൊക്കെ സ്വീകരിക്കുമാറാവട്ടെ. ആമീൻ. നമ്മുടെ സമയങ്ങളെ, നമ്മുടെ ആരോഗ്യങ്ങളെ, ഒരു മെസ്സേജ് എഴുതുമ്പോൾ നമ്മുടെ വിരലുകളെ നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത് അള്ളാഹുവിന് ഇഷ്ടമുള്ളതിലാണോ, അല്ല ഏതോ വ്യക്തിയെ, എവിടെയോ ഉള്ള ഏതോ വ്യക്തിയെ കുറ്റം പറയാനാണോ? ഷഹിദ അലൈഹിം സമഉഹും വഅബ്സാറുഹും വജുലൂദുഹും. അതാ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുന്നിൽ ചെല്ലുമ്പോൾ ബിമാ കാനൂ യഅമലൂൻ, നമ്മുടെ വിരലുകൾ നമുക്കെതിരെ സാക്ഷി നിൽക്കുകയാണ്, നമ്മുടെ തൊലികൾ നമുക്കെതിരെ സാക്ഷി നിൽക്കുകയാണ്, ഹറാം കേട്ട നമ്മുടെ കാത് നമുക്കെതിരെ അള്ളാഹുവിന്റെ മുന്നിൽ സാക്ഷി നിന്ന് സംസാരിക്കുകയാണ്. ഷഹിദ അലൈഹിം സമഉഹും, കേൾവി അതാ അവർക്കെതിരെ സംസാരിക്കുന്നു, കാതുകൾ അതാ മനുഷ്യന് എതിരെ സംസാരിക്കുന്നു. വഅബ്സാറുഹും, അവരുടെ കണ്ണുകളും ആ ഹറാമ് കണ്ട വ്യക്തിക്കെതിരെ സംസാരിക്കുന്നു. വജുലൂദുഹും, അവന്റെ തൊലികൾ മുഴുവനും, അത് എന്ന് പറഞ്ഞാൽ അവൻ ഹറാം ചെയ്ത അവന്റെ അവയവങ്ങൾ മുഴുവനും അവനെതിരെ സംസാരിക്കുമ്പോൾ അവൻ ചോദിക്കുകയാണ്, ഖാലൂ ലിമ ശഹിദ്തും അലൈനാ, നിങ്ങൾ എന്തിനാണ് ഞങ്ങൾക്കെതിരെ സംസാരിക്കുന്നത്? ഖാലൂ ലിജുലൂദിഹിം ലിമ ശഹിദ്തും അലൈനാ, നമ്മുടെ വിരലുകൾ ഇങ്ങനെ, ഞാനിങ്ങനെ ഒരുപാട് ഹറാമുകൾ ടൈപ്പ് ചെയ്തിട്ടുണ്ടെന്ന് സംസാരിക്കുകയാണ്. നമ്മൾ ചോദിക്കുകയാണ് വിരലിനോട്, എന്തേ ലിമ ശഹിദ്തും അലൈനാ, എന്തേ എനിക്കെതിരെ നീ സംസാരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിൽ പറയുന്ന വിഷയമാണ്, ഞങ്ങൾക്കിവിടെ സംസാരിക്കാതിരിക്കാൻ നിർവാഹമില്ല. നിങ്ങൾ ദുനിയാവിൽ വെച്ച് ചെയ്തു കൂട്ടിയ ഹറാമായ കാര്യങ്ങളെ ഇവിടെ സമ്മതിക്കാതിരിക്കാൻ വകുപ്പില്ല. എന്തുകൊണ്ടാണ് ഞാൻ വിരൽ പറയുന്നത്? എനിക്ക് താല്പര്യം സംസാരിക്കാതിരിക്കാനാണെങ്കിലും, കാരണം ഈ വ്യക്തിയുടേതാണല്ലോ ഈ വിരല്, ഹറാമ് ചെയ്ത വ്യക്തിയുടേതാണല്ലോ ഈ വിരല്. വിരല് ചിന്തിക്കുന്നത് പറയണ്ട എന്നാണെങ്കിൽ പോലും ഞങ്ങളെ സംസാരിപ്പിക്കുന്നത് അല്ലാഹുവാണ്. അല്ലാഹു ആരാണ്? എല്ലാ വസ്തുക്കൾക്കും സംസാര ശേഷി കൊടുത്ത അല്ലാഹു തആല ഞങ്ങളെ സംസാരിപ്പിക്കുകയാണ്. ഞങ്ങൾക്കത് പറയാതിരിക്കാൻ നിർവാഹമില്ല. നമ്മുടെ വിരലുകളെ, നമ്മുടെ ബുദ്ധിയെ, നമ്മുടെ ശക്തിയെ, നമ്മുടെ സംസാരത്തെ അല്ലാഹു ഇഷ്ടപ്പെടാത്ത മാർഗത്തിൽ ചിലവഴിച്ചാൽ ഓരോ സമയത്തും ഒന്ന് ചിന്തിച്ചു പ്രവർത്തിക്കണേ. അപ്പൊ നമുക്ക് ആ ഈമാൻ ഒരു ഇറ്റ് നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ, ഈമാൻ ഒരു തുള്ളിയെങ്കിലും നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ നമുക്ക് മാറി നിൽക്കാൻ കഴിയും. അല്ലാഹു ഈ മഹാനുഭാവന്റെ ബറക്കത്ത് കൊണ്ട്, സീദിക്കോയ തങ്ങളുപ്പാപ്പയുടെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ ഈമാൻ വർദ്ധിപ്പിച്ചു തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അനാവശ്യ കാര്യങ്ങളിൽ നിന്ന് വിട്ടു നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു തീർക്കാണ്ട്, എന്തൊക്കെ നമുക്ക് പഠിച്ചെടുക്കാനുണ്ട്. നമ്മുടെ ഈ യുഗം എന്ന് പറയുന്നത്, നമുക്ക് ഒറ്റ ഉദാഹരണം പറയാം. നമുക്ക് അത്യാവശ്യമുള്ള കാര്യത്തിന്റെ ഒരു ഉദാഹരണം പറയാം. നമ്മുടെ ജീവിതം അത് അള്ളാഹുവിന്റെ മാർഗത്തിലാവണമെങ്കിൽ 5 വക്ത് നിസ്കരിക്കണം. ഏറ്റവും ഒരു മുഅ്മിന്റെ ജീവിതത്തിൽ ആദ്യമായി ഉണ്ടാവണം. ഈ നിസ്കാരം ശരിയാവണമെങ്കിൽ എന്ത് വേണോ? നിസ്കാരം ശരിയാവണമെങ്കിൽ ഫാത്തിഹ ശരിയാവണം. ഫാത്തിഹ ശരിയാവണമെങ്കിലോ തജ്വീദ് അറിയണം. ഞാൻ ഉദാഹരണം പറയുകയാണ്. നമ്മുടെ സമയങ്ങൾ നിങ്ങൾ ആലോചിക്കുക. നമുക്കിപ്പോ ഈ ഒരു വിഷയം നമുക്ക് പഠിക്കണം എന്നുണ്ടെങ്കിൽ
ഏതൊരു വിഷയമാണോ നമുക്ക് ആവശ്യം അത് അടിച്ചു കൊടുത്താൽ, യൂട്യൂബിലോ മറ്റോ അടിച്ചു കൊടുത്താൽ നമ്മുടെ മുന്നിൽ വരിക. ഈ അല്ലാഹു തആല ചെയ്ത ഈ ഒരു സൗകര്യം അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് ചെലവഴിക്കാൻ ഒരു ഉദാഹരണം പറയാം. കൃത്യമായി ഖുർആൻ ഓതാൻ അറിയോ? നമുക്ക് 5ാം ക്ലാസ്സിൽ പഠിച്ച ഖുർആൻ കൊണ്ട് നമുക്ക് മതിയാവോ? മദ്രസയെ സംബന്ധിച്ചിടത്തോളം ഞാൻ ചെറുതാക്കല്ല. മദ്രസ എന്ന് പറയുന്നത് വലിയ സംരംഭമാണ്, അത് വലിയ ഹിഫ്ളാണ് ഈ സമൂഹത്തിന്. ഇന്നൽ ഖൗമ ലയബഅസുല്ലാഹു അലൈഹിം അൽ അദാബ ഹത്മൻ മഖ്ദിയ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു നാട്ടിക്ക് അല്ലെങ്കിൽ ഒരു ജനതയിലേക്ക് അള്ളാഹു മുമ്പേ തീരുമാനിച്ച എന്തെങ്കിലും ഒരു അദാബിനെ അള്ളാഹു തആല ഇറക്കാൻ ഇങ്ങനെ ഉദ്ദേശിക്കുക. ഇന്നൽ ഖൗമ ലയബഅസുല്ലാഹു അലൈഹിമുൽ അദാബ ഹത്മൻ മഖ്ദിയ. അള്ളാഹു മുമ്പേ തീരുമാനിച്ചു വെച്ച ഒരു അദാബിനെ അള്ളാഹു ഇങ്ങനെ ഒരു നാട്ടിലേക്ക് ഇറക്കാൻ ഇങ്ങനെ ഉദ്ദേശിക്കുന്ന ആ സമയം അള്ളാഹുവിന്റെ മുമ്പത്തെ ഖദറിൽ ഉണ്ടാവുമല്ലോ, അള്ളാഹുവിന്റെ അസലിയായ ഖദറിൽ ഉണ്ടാവുമല്ലോ ഏത് സമയത്താണ് ഈ അദാബ് ഈ നാട്ടിലേക്ക് ഇറങ്ങേണ്ടത്. അങ്ങനെ ഇറക്കാൻ ഉദ്ദേശിക്കുമ്പോ ഫയഖറഉ സബിയ്യും മിൻ സുബിയാനിഹിം ഫിൽ മക്തബ്. ഇമാം ഖുർത്തുബി റഹിമഹുല്ലാഹൊക്കെ രേഖപ്പെടുത്തി വെച്ചതാണ്. ഫയഖറഉ സബിയ്യും മിൻ സുബിയാനിഹിം ഫിൽ മക്തബ്. മദ്രസയിൽ ഇരുന്നു കൊണ്ട് ഒരു കുട്ടി ഇങ്ങനെ ഓതുകയാണ്. എന്താ ഓതുന്നത്? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഈ ഒറ്റ ആയത്ത് സൂറത്തുൽ ഫാത്തിഹയുടെ 2ാമത്തെ ആയത്ത്, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഒരു കുട്ടി മദ്രസയിൽ നിന്ന് ഇങ്ങനെ ഓതുമ്പോ ഫയസ്മഉഹുല്ലാഹു തആല, അല്ലാഹു തആല ആ കുട്ടി ഓതുന്ന അൽഹംദുലില്ലാ എന്ന ആയത്ത് അങ്ങ് കേൾക്കുമ്പോ ഫയർഫഉ അൻഹുമുൽ അദാബ 40 സനാ. 40 വർഷത്തിലേക്ക് പിന്നെ ആ അദാബ് ആ നാട്ടുകാരിലേക്ക് ഇല്ല. എങ്ങനെ? മദ്രസയിൽ ഒരു കുട്ടി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഇത് ഓതിയ കാരണം കൊണ്ട് ആ കുട്ടി രക്ഷപ്പെടുന്നു, ആ കുട്ടിയുടെ വീട്ടുകാര്, ആ കുട്ടിയുടെ നാട്ടുകാര്. ഇന്നൽ ഖൗമ, ആ സമുദായം തന്നെ രക്ഷപ്പെടുകയാണ്, ആ നാട് മൊത്തം രക്ഷപ്പെടുകയാണ്. എന്താ ചെയ്തിട്ടുള്ളൂ? മദ്രസയിൽ പോയി ഒരായത്ത് പഠിച്ചിട്ടേ ഉള്ളൂ. മദ്രസ സംവിധാനം എന്ന് പറയുന്നത് ചെറിയ ഒരു കാര്യമേ അല്ല. അതിന്റെ തലപ്പത്ത്, അതിന്റെ തുടക്കത്തിൽ പ്രവർത്തിച്ച നമ്മുടെ മഹത്തുക്കളായ നേതൃത്വം അള്ളാഹു അവർക്കൊക്കെ ദറജ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പക്ഷേ ഞാൻ പറഞ്ഞു വരുന്നത്, ആ ചെറിയ കാലയളവിൽ നമ്മൾ പഠിച്ചത് കൊണ്ട് ഒരു കൃത്യമായ ഖുർആൻ പാരായണത്തിന്റെ ആ ഒരു തജ്വീദ് നിയമത്തോടു കൂടിയുള്ള ഓത്തിലേക്ക് നമുക്ക് എത്താൻ കഴിയില്ല. ഇമാം ശൈഖുൽ ഇസ്ലാം ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു മഹാനവറുകളുടെ ഫതാവൽ ഹദീസിയയിൽ രേഖപ്പെടുത്തിയതായി കാണാം. യജിബു വുജൂബൻ ശർഇയ്യൻ അലൽ ഖാരിഇ, യജിബു വുജൂബൻ ശർഇയ്യൻ അലൽ ഖാരിഇ അൻ യുറാഅയ ഫീ ഖിറാഅതിഹിൽ ഫാത്തിഹത വഗൈരിഹാ മാ അജ്മഅൽ ഖുറാഉ അലൈഹി لأن ما وقع الإجماع عليه نعلم يقينا أنه صلى الله عليه وسلم لم يقرأ بغيره. شيخ الإسلام ابن حجر الهيثمي رضي الله عنه മഹാനവറുകളുടെ ലോക പ്രശസ്ത ഗ്രന്ഥമായ ഫതാവൽ ഹദീസിയയിൽ രേഖപ്പെടുത്തി വെച്ച കാര്യം, യജിബു വുജൂബൻ ശർഇയ്യൻ അലൽ ഖാരിഇ أن يراعي في قراءته الفاتحة وغيرها. അവൻ ഫാത്തിഹ ഓതുകയാണെങ്കിലും അല്ലാത്ത മറ്റു സൂറത്തുകൾ ഓതുകയാണെങ്കിലും ഒരു ഖുർആൻ ഓതുന്ന ആളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ശർഅൻ വുജൂബാണ്. ശർഅൻ വുജൂബാണ് എന്ന് പറഞ്ഞാൽ അതിനെതിരിൽ ചെയ്താൽ ഹറാമാണ്. അത് എത്ര വലിയ നിയ്യത്ത് വെച്ചാലും ശരി അല്ലേ? അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, റബ്ബ ഖാരിഇൽ ലിൽ ഖുർആനി വൽ ഖുർആനു യൽഅനുഹു. ഓരോ മനുഷ്യനും ഖുർആൻ ഇങ്ങനെ ഓതിക്കൊണ്ടേ ഇരിക്കുകയാണ്, പക്ഷേ അവൻ ഓരോ ഹർഫും ഉച്ചരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് അക്ഷരം അവനെ ശപിച്ചു കൊണ്ടിരിക്കുകയാണ്. നിയ്യത്ത് എത്ര നന്നായിട്ടും കാര്യമില്ല. പരിശുദ്ധ റമളാൻ നമ്മുടെ ചാരത്ത് എത്തി നിൽക്കുകയാണ്. റമളാനിൽ നമ്മൾ ഖത്മ് തീർക്കാൻ പരിശ്രമിക്കുന്നവരാണ്.
നമ്മുടെ ഖിറാഅത്ത് ഖത്മ് തീർക്കാൻ മാത്രം ഉയർന്ന ഓത്താണോ? നമുക്ക് തജ്വീദിന്റെ നിയമങ്ങൾ കൃത്യമായി അറിയുന്നവരാണോ? ഞാൻ നമ്മുടെ സമയങ്ങളെ നമുക്ക് അത്യാവശ്യമായതിലേക്ക് ഉപയോഗപ്പെടുത്താൻ വേണ്ടി ഒരു ഉദാഹരണം പറഞ്ഞതാണ്. ഒന്ന് തജ്വീദ് പഠിക്കാൻ നോക്കണേ. ഒരു യുവാവ് അതാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്തേക്ക് ഓടി വന്നിട്ട് ചോദിക്കുകയാണ്, നബിയേ, എനിക്ക് ദുനിയാവിലും ആഖിറത്തിലും ഉപകാരപ്പെടുന്ന ഒരു വഅദ് പറഞ്ഞു തരണേ. ഹദ്ദിസ്നി ഹദ്ദിസ്നി യാ റസൂലല്ലാഹ്, എനിക്ക് ഉപകാരപ്പെടുന്ന ഒരു വഅദ് എനിക്ക് പറഞ്ഞു തരണേ നബിയേ. ഒരു യുവാവ് വന്ന് മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു വന്ന് പറഞ്ഞു നബി തങ്ങളോട് ആവശ്യപ്പെട്ടപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, ഇൻ അറത്തും ഐശ സ്വാദാഇ ഔ മൗത ശുഹദാഇ, നിങ്ങൾ വിജയികളുടെ ജീവിതം ഉദ്ദേശിക്കുന്നുണ്ടോ? ഇൻ അറത്തും ഐശ സ്വാദാഇ, നിങ്ങൾ വിജയികളുടെ ജീവിതം ആഗ്രഹിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ ഔ മൗത ശുഹദാഇ, ശുഹദാക്കളുടെ മരണം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? ഫദറുസുൽ ഖുർആൻ ഫദറുസുൽ ഖുർആൻ, നിങ്ങൾ ഖുർആൻ പഠിക്കണേ, നിങ്ങൾ ഖുർആൻ പഠിക്കണേ. സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എനിക്ക് ദുനിയാവിലും ആഖിറത്തിലും ഉപകാരപ്പെടുന്ന ഒരു അറിവ്, എനിക്കൊരു വഅദ്, ഒരു ഉപദേശം എനിക്ക് പറഞ്ഞു തരണേ എന്ന് റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞപ്പോ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, പല സാഹചര്യത്തിലും പല സ്വഹാബികളോടും പല ഉപദേശങ്ങളും നടത്തിയിട്ടുണ്ടെങ്കിലും ഇവിടെ മുആദ് തങ്ങളോട് പറഞ്ഞത് ഫദറുസുൽ ഖുർആൻ, നിങ്ങൾ ഖുർആൻ പഠിക്കണേ. ഞാൻ പറഞ്ഞില്ലേ, ഫതാവൽ ഹദീസിയയിൽ ശൈഖുൽ ഇസ്ലാം ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു പറഞ്ഞ വിഷയം എന്താണ് പറഞ്ഞത്? ഓത്തിന്റെ ഇമാമിങ്ങൾ ഏതെങ്കിലും ഒരു വിഷയം ഏകോപിച്ചു പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഓത്തിന്റെ ഇമാമിങ്ങളാകുന്ന ലോകപ്രശസ്തരായ 7 ഇമാമിങ്ങൾ അല്ലെങ്കിൽ 10 ഇമാമിങ്ങൾ ഒരു വിഷയം അവർ ഏകോപിച്ചു പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ സാക്കിനായ നൂനിന്റെയും തൻവീനിന്റെയും വിധികൾ നമ്മൾ 5ാം ക്ലാസ്സിൽ പഠിച്ച വിഷയം ചെറുതല്ല. തജ്വീദിനെ നമ്മൾ നിസാരമാക്കി കാണേണ്ട വിഷയമേ അല്ല. ഞാൻ ഒരൊറ്റ ഉദാഹരണമായി എടുത്തു വെച്ചതാണ്. തർക്കുഹു മാലായ, എനിക്ക് ഒരു ഉദാഹരണം എടുത്തു വെച്ചതാണ്. തജ്വീദ് പഠിക്കാൻ സമയം കാണണേ എന്നത് നിങ്ങൾ ആലോചിച്ചു നോക്കൂ. തജ്വീദ് പഠിക്കുക എന്നത് ചെറിയ വിഷയമല്ല. ഇമാമിങ്ങൾ ഒരു വിഷയം ഏകോപിച്ചു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? 10 ഇമാമിങ്ങൾ, നമ്മുടെ ഓത്തിന്റെ ഇമാമാകുന്ന ആസിം റഹിമഹുല്ലാഹി അടക്കം, ഫആസിമും ഫനാഫിഉം ബി ത്വയ്ബത്തിൻ ഖദ് ഹാലയാ ഫഅൻഹു ഖാലൂൻ വവർശുൻ റാവയാ. ഇമാം നാഫിഉ തങ്ങളെ പോലെ, ഇബ്നു കസീർ തങ്ങളെ പോലെ, നമ്മുടെ ഓത്തിന്റെ ഇമാമായ ആസിം റഹിമഹുല്ലാഹിയെ പോലെ 7 ഇമാമിങ്ങൾ അല്ലെങ്കിൽ 10 ഇമാമിങ്ങൾ ഏകോപിച്ചൊരു വിഷയം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? നഅലമു യഖീനൻ, അത് ഒരു കാര്യം തീർച്ചപ്പെടുത്തുകയാണ്. ഓത്തിന്റെ ഇമാമിങ്ങൾ ഒരു വിഷയം പറഞ്ഞാൽ അത് നമുക്കൊരു വിഷയം തീർച്ചപ്പെടുത്തി തരികയാണ്. എന്താണ് ആ വിഷയം? അന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലം ലം യഖറ ബിഗൈരിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങനെ അല്ലാതെ ഓതിയിട്ടില്ല. സാക്കിനായ നൂനിന്റെയും തൻവീനിന്റെയും 5 നിയമങ്ങളില്ലേ, മദ്ദിന്റെ നിയമങ്ങളില്ലേ, അതേ ഓരോ ഹർഫിന്റെയും സിഫത്തുകളില്ലേ, ഓരോ ഹർഫിന്റെയും മഖ്റജുകളില്ലേ, ഓരോ സന്ദർഭത്തിലും തർക്കീബ് അനുസരിച്ച് സാഹചര്യമനുസരിച്ച് കൊണ്ടുവരേണ്ട നിയമങ്ങളില്ലേ. ഇമാമികളെ ഗോപിച്ചു പറഞ്ഞ വിഷയമാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങനെ അല്ലാതെ അവിടെ ഓതിയിട്ടില്ല. ഇനി ഞാൻ വരുന്നു
നമ്മുടെ ഓത്തിന്റെ സ്വഭാവത്തിലേക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാത്ത ഒരു ഓത്താണ് നമ്മൾ ഓതുന്നതെങ്കിൽ, നബി തങ്ങൾ ഓതാത്ത ഒരു ഓത്താണ് നമ്മൾ ഓതുന്നതെങ്കിൽ അത് ഹറാമായ ഓത്താണെന്ന് പറയേണ്ടതില്ല. എന്റെ വക പറയുകയല്ല, ശൈഖുൽ ഇസ്ലാം ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു ഫതാവൽ ഹദീസിൽ രേഖപ്പെടുത്തി വെച്ച വിഷയം എനിക്ക് കിട്ടിയ സന്ദർഭത്തിൽ ഞാൻ നിങ്ങളോട് ഉണർത്തി എന്ന് മാത്രം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓതാത്ത ഒരു ഓത്ത് ഒരാൾ ഓതിയാൽ അത് ഹറാമാണെന്ന കാര്യം പറയേണ്ടതില്ല. റബ്ബ ഖാരിഇൽ ലിൽ ഖുർആനി വൽ ഖുർആനു യൽഅനുഹു. റമദാനിൽ ഒരു ഉപ്പ പള്ളിയിൽ ഇരുന്നു കൊണ്ട് ഇങ്ങനെ ഖുർആൻ ഓതുന്നു. ഒരു ഉമ്മ അതാ വീട്ടിന്റെ അകത്തളത്തിൽ ഇരുന്നു കൊണ്ട് ഖുർആൻ ഓതുന്നു. ഓതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് റമദാനാണ്, ഒരുപാട് പ്രതിഫലം അർഹിക്കുന്ന മാസമാണ്. റമദാനിൽ ഖുർആൻ ഓതൽ വലിയ മഹത്വമുള്ള കാര്യമാണ്. ഖുർആൻ ഓതണേ. ഞാൻ ഈ പറഞ്ഞത് കൊണ്ട് ഓത്ത് നിർത്തരുത്, പക്ഷേ നിയമാടിസ്ഥാനത്തിലാണോ എന്നതിലേക്ക് വരണേ. അല്ലെങ്കിൽ ഓരോ അക്ഷരവും നമ്മെ ശപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ അക്ഷരവും നമ്മെ ശപിച്ചുകൊണ്ടിരിക്കുകയാണ്. റബ്ബ ഖാരിഇൽ ലിൽ ഖുർആൻ. എത്ര ഓത്തുകാരാണ്, അവർക്ക് തജ്വീദ് അറിയുന്നില്ല, നിയമം അറിയുന്നില്ല, അവർക്ക് നിയമാടിസ്ഥാനത്തിൽ ഖുർആൻ ഓതാൻ അറിയുന്നില്ല. വൽ ഖുർആനു യൽഅനു. ഖുർആൻ അവനെ ശപിച്ചുകൊണ്ടിരിക്കുകയാണ്. നാളെ ആഖിറത്തിൽ ചെല്ലുകയാണ്. വലിയ പ്രതീക്ഷയിലാണ്. ഞാൻ ഒരുപാട് ഖുർആൻ ഓതിയിട്ടുണ്ടെന്ന ആകാംക്ഷയിലാണ്, ആ പ്രതീക്ഷയിലാണ്. അതിൻ്റെയൊക്കെ സവാബ് കൊണ്ട് ഞാൻ രക്ഷപ്പെടുമെന്ന നല്ല പ്രതീക്ഷയിലാണ്. അല്ലാഹുവേ, ഞങ്ങൾ ചെയ്ത സൽക്കർമ്മങ്ങളെയൊക്കെ അത് അർഹിക്കുന്ന രൂപത്തിൽ ഞങ്ങൾക്ക് പ്രതിഫലം നൽകണേ അല്ലാ. വന്നുപോയ പിഴവുകളെ പരിഹരിക്കണേ അല്ലാ. നിങ്ങൾ ആലോചിക്കണേ, സൂറത്തുൽ കഹ്ഫിൽ നമ്മൾ വെള്ളിയാഴ്ച ആഴ്ചതോറും നമ്മൾ ഓതുന്ന സൂറത്തുൽ കഹ്ഫില്ലേ, അതിൽ അല്ലാഹു തആല ഒരു കാര്യം ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ആ സൂറത്തിൽ അല്ലാഹു തആല ഒരു കാര്യം ഓർമ്മപ്പെടുത്തുന്നുണ്ട്. എന്താണത്? ഖുൽ ഹൽ നുനബ്ബിഉകും ബിൽ അഖ്സരീന അഅമാലാ. സൂറത്തുൽ കഹ്ഫ് നമ്മൾ ആഴ്ചതോറും ഓതുന്ന ആ മഹത്തായ സൂറത്തിൽ അല്ലാഹു തആല നമ്മെ വളരെ ഗൗരവത്തോടുകൂടി ഒരു വിഷയം ഓർമ്മപ്പെടുത്തുന്നുണ്ട്, നമ്മോട് പറയുന്നുണ്ട്. എന്താണ്? ഖുൽ ഹൽ നുനബ്ബിഉകും ബിൽ അഖ്സരീന അഅമാലാ الذين ضل سعيهم في الحياة الدنيا وهم يحسبون أنهم يحسنون صنعا. ഖുൽ ഹൽ നുനബ്ബിഉകും ബിൽ അഖ്സരീന അഅമാലാ. അമലുകളാൽ പരാജയപ്പെട്ടവനെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ? ഖുൽ, നബിയെ തങ്ങൾ ചോദിക്കണം, എന്താണ്? ഹൽ നുനബ്ബിഉകും ബിൽ അഖ്സരീന അഅമാലാ. നിങ്ങൾക്ക് ഞാൻ അമലുകളാൽ പരാജയപ്പെട്ടവനെ പറഞ്ഞു തരട്ടെയോ, പരിചയപ്പെടുത്തി തരട്ടെയോ? അല്ലദീന ളല്ല സഅയുഹും ഫിൽ ഹയാത്തിദ് ദുനിയാ വഹും യഹ്സബൂന അന്നഹും യുഹ്സിനൂന സുന്നാ. അതാ ലോകത്ത് വെച്ച്, ദുനിയാവിൽ വെച്ച് ഒരുപാട് നന്മകൾ ചെയ്ത വ്യക്തിയാണ്. പക്ഷേ അല്ലദീന ളല്ല സഅയുഹും ഫിൽ ഹയാത്തിദ് ദുനിയാ, അവന്റെ സഅയുകളൊക്കെ ദുനിയാവിൽ പരാജയപ്പെട്ടിരിക്കുകയാണ്. വഹും യഹ്സബൂന അന്നഹും യുഹ്സിനൂന സുന്നാ. പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ ഞാൻ നല്ല അമലാണ് ചെയ്യുന്നതെന്ന ബോധത്തിലാണ് അവൻ ചെയ്തത്. അല്ലാഹുവിന്റെ അടുത്തു നിന്ന് എനിക്ക് പ്രതിഫലം കിട്ടുമെന്ന ചിന്തയിലാണ് അവൻ ചെയ്തത്. പക്ഷേ അല്ലാഹു സ്വീകരിച്ചില്ല. എന്തുകൊണ്ട്?
അവന്റെ സായിനെ, അവന്റെ പരിശ്രമത്തെ അല്ലാഹു തആല വലിച്ചെറിഞ്ഞത്, മലായികത്ത് അതിനെ നന്മയുടെ തട്ടിൽ എഴുതാത്തത്, നന്മയുടെ പട്ടികയിൽ എഴുതാത്തത്, ഇവന്റെ ഖുർആനോത്ത് ഓരോ ആയത്ത് ഓതുമ്പോഴും ഓരോ അക്ഷരവും അവനെതിരെ സംസാരിക്കുന്ന ഓത്തായിരുന്നേ. എന്റെ സഹോദരങ്ങളെ, എന്റെ ചെറുപ്പക്കാരെ, എന്റെ സഹോദരിമാരെ, ഉമ്മമാരെ, നമ്മുടെ സമയങ്ങളെ കൃത്യമായി ഉപയോഗപ്പെടുത്തണേ, നമ്മുടെ സാഹചര്യങ്ങളെ കൃത്യമായി ഉപയോഗപ്പെടുത്തണേ. അല്ലാഹു തആല നമുക്ക് ചെയ്തു തന്ന അനുഗ്രഹം എന്ന് പറയുന്നത്, എവിടെയൊക്കെ നന്മയുണ്ടോ അതിൽ നിന്ന്, എവിടെയൊക്കെ തിന്മയുണ്ടോ അതിൽ നിന്നൊക്കെ മാറി നിൽക്കാൻ നന്മയുടെ വകുപ്പ്, നന്മയുടെ സാഹചര്യം അല്ലാഹു വെച്ചിട്ടുണ്ട്. ഈ സാഹചര്യം, ഈ കാലഘട്ടം തെറ്റിനൊരുപാട് സൗകര്യങ്ങളുള്ളതാണെന്ന് നമ്മൾ തെറ്റിദ്ധരിച്ചവരാണ്. തെറ്റിനു മാത്രമല്ല സൗകര്യങ്ങളുള്ളത്, നന്മക്കും അതുപോലെ സൗകര്യങ്ങൾ റഹ്മാനായ അല്ലാഹു വെച്ചിട്ടുണ്ട്. ആ സാഹചര്യത്തെ നമ്മൾ മനസ്സിലാക്കണം. എന്നിട്ട് കൃത്യമായി നമ്മൾ ജീവിതം നല്ലപോലെ സംശുദ്ധമാക്കണം, മഹാന്മാരുടെ ജീവിതം നയിക്കണം. ഞാൻ ഉറങ്ങാതെ എന്തേ നിങ്ങൾ ഉറങ്ങാത്തതെന്ന്, എന്തേ നിങ്ങൾ ഉറങ്ങാത്തതെന്ന്, മാസങ്ങളായി നിങ്ങൾ ഉറങ്ങുന്നില്ലല്ലോ എന്ന് ഞാൻ അറിഞ്ഞു എന്ന് ഒരു ഉമ്മയോട്, ഒരു ഉമ്മയോട് അഫീറ എന്ന് പറയുന്ന ഒരു ഉമ്മയെ കുറിച്ച് സിഫത്തു സഫയിൽ പരിചയപ്പെടുത്തുന്നുണ്ട്. ആ ഉമ്മയോട് ഒരാൾ ചോദിക്കുകയാണ്, നിങ്ങൾ കാലങ്ങളായി മാസങ്ങളായി ഉറങ്ങുന്നില്ലെന്ന് ഞാൻ അറിഞ്ഞു, എന്തേ കാരണം നിങ്ങൾ ഉറങ്ങാത്തതിൻ്റെതെന്ന് ചോദിച്ചപ്പോ, ഞാൻ എങ്ങനെ ഉറങ്ങാനാണ്, എന്നെ വീക്ഷിക്കാൻ അല്ലാഹു തആല 2 മലായികത്തിനെ നിർത്തിയപ്പോ അവരെന്നെ വീക്ഷിച്ചു കൊണ്ടിരിക്കുമ്പോ ഞാൻ എങ്ങനെ ഉറങ്ങാനാണെന്നു പറഞ്ഞ ആ നല്ലവരായ മഹതിമാരായ ഉമ്മമാര് നമ്മുടെ മുന്നിലുണ്ട്. അതുപോലെ തന്നെ അല്ലാഹു ഇഷ്ടപ്പെടാത്ത ഒരു സാഹചര്യം ഒരു നിമിഷമെങ്കിലും എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവൽ ഞാൻ ലജ്ജിക്കുന്നു എന്ന് പറഞ്ഞ സഹോദരന്മാർ നമ്മുടെ മുന്നിലുണ്ട്. അല്ലാഹുവേ, ആ മഹാന്മാരുടെ മഹതിമാരുടെ വഴിയിൽ ഞങ്ങളെ വഴി നടത്തണേ അല്ലാഹ്. മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിനോട് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഫദറുസുൽ ഖുർആൻ എന്നാണ്, നിങ്ങൾ ഖുർആൻ പഠിക്കണം. ഖുർആൻ പഠിക്കുക എന്ന് പറഞ്ഞാൽ ഒന്നാം ഘട്ടം നിയമങ്ങൾ പഠിക്കുക, രണ്ടാം ഘട്ടം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതും ഒന്നാം ഘട്ടം തന്നെയാണ്, അതിൽ പറഞ്ഞ ആശയങ്ങളെ പഠിക്കുക, എന്താണ് ഖുർആനിൽ പറയുന്നത് എന്ന് പഠിക്കുക. അപ്പോൾ ഖുർആൻ ഇങ്ങനെ ഓതിക്കൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതം അതിലേക്ക് തട്ടിച്ചു നോക്കുമ്പോൾ മാറ്റം വരുത്തേണ്ടതുണ്ടെന്ന ചിന്തയിലേക്ക് നമ്മൾ എത്തുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. റഹ്മാനായ റഹീമായ അല്ലാഹുവിന്റെ ഇസ്മു കൊണ്ട് ഞാൻ തുടങ്ങുന്നു എന്ന് പറഞ്ഞാൽ എന്താ? റഹ്മാൻ ഒരുപാട് ആളുകളെ വഴി പിഴപ്പിച്ച്, അല്ലെങ്കിൽ ദീനുൽ ഇസ്ലാമിലേക്ക്, പരിശുദ്ധ ഈമാനിന്റെ വഴി വെളിച്ചത്തിലേക്ക് കൊണ്ടുവരാതെ പലരും വഴിതെറ്റിപ്പോയപ്പോൾ ഈമാനാകുന്ന വെളിച്ചം എനിക്ക് തന്ന് വലിയ കാരുണ്യം എന്നോട് കാണിച്ച അല്ലാഹ്. റഹീം എന്ന് പറഞ്ഞാൽ ഞാനിവിടെ നല്ലപോലെ ജീവിച്ചു മരിച്ചാൽ ആഖിറത്തിൽ എനിക്ക് വലിയ വിജയം നൽകുന്ന അല്ലാഹ്, ആ അല്ലാഹുവിന്റെ പേര് കൊണ്ട് ഞാൻ തുടങ്ങുന്നു എന്ന് പറഞ്ഞു ഒരു മുഅ്മിൻ തുടങ്ങുമ്പോൾ അതിന്റെ അർത്ഥം എന്താണ്? ബിസ്മില്ലാഹ്, അല്ലാഹുവിന്റെ അസ്മാഉൽ ഹുസ്നയാകുന്ന മുഴുവൻ പേര് കൊണ്ടും ഞാൻ തുടങ്ങുന്നു. ഖുർആൻ പഠിക്കുമ്പോൾ ഇങ്ങനെ പഠിക്കണം. ബിസ്മില്ലാഹ്, അല്ലാഹുവിന്റെ പേര് കൊണ്ട് ഞാൻ തുടങ്ങുന്നു. അല്ലാഹുവിന്റെ ഏതു പേര്? അല്ലാഹുവിന്റെ അസ്മാഉൽ ഹുസ്നയാകുന്ന ആ മഹത്തായ മുഴുവൻ നാമങ്ങളെ കൊണ്ടും ഞാൻ ഭക്ഷണം കഴിച്ചു തുടങ്ങുന്നു, ഞാൻ നല്ല കാര്യങ്ങളൊക്കെ തുടങ്ങുന്നു. ബിസ്മില്ലാ ബിസ്മില്ലാ. എന്താ അർത്ഥം? അല്ലാഹുവിന്റെ മഹത്തായ മുഴുവൻ നാമങ്ങളും ചൊല്ലിയ സ്ഥാനത്തിലായി ഞാൻ തുടങ്ങുന്നു. എന്താ കാരണം? അവിടെ ഒരു നഹവിയായ ഖായിദയാണ്.
ഒരു നഹ്വിയായ ഖായിദ, അതായത് ഇളാഫത്തുൽ ഒരു ഇസ്മിനെ ഒരു മുഅറഫിലേക്ക് ഇളാഫത്ത് ചെയ്താൽ അല്ലാഹ് എന്നുള്ളതിലേക്ക് ഇസ്മ എന്ന ആ മുഫ്രദായ ഒരു പദത്തെ ഇളാഫത്ത് ചെയ്തപ്പോൾ എൻ്റെ സദസ്സിൽ മുതഅല്ലിമീങ്ങളുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് പറയാം, ഇളാഫത്തുൽ മുഫ്രദി ഇലൽ മുഅറഫി തുഫീദുൽ ഉമൂം. ഒരു മുഫ്രദായ പദത്തെ മഅരിഫയിലേക്ക് ഇളാഫത്ത് ചെയ്താൽ ഉമൂമിന്റെ അർത്ഥം കിട്ടും. ബിസ്മില്ലാഹ്, അള്ളാഹുവിന്റെ ഇസ്മ് എന്ന് പറഞ്ഞാൽ അവിടെ ആ ഒരു പദപ്രയോഗത്തിൽ തന്നെ അള്ളാഹുവിന്റെ മഹത്തായ മുഴുവൻ നാമങ്ങളെ കൊണ്ടും ഞാൻ ചൊല്ലിത്തുടങ്ങുന്നു എന്ന അർത്ഥം കിട്ടി. അങ്ങനെ അങ്ങനെ ഓതി വരുന്നു. അതാ അൽ ബഖറ സൂറത്ത് തുടങ്ങുന്നു. സൂറത്ത് തുടങ്ങുമ്പോ അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബി വയുഖീമൂനസ് സ്വലാത്ത വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതാ മുആദ് തങ്ങളോട് ഖുർആൻ പഠിക്കാൻ പറഞ്ഞതിന്റെ അർത്ഥം, നിങ്ങൾ ഖുർആൻ അർത്ഥം കൂടി പഠിക്കണേ. അർത്ഥം പഠിക്കുമ്പോഴാണ് എന്താണ് അതിൽ പറഞ്ഞതെന്ന് കിട്ടുക. വന്നരായ സയ്യിദ് അവർകൾ ഇൻഷാ അല്ലാഹ് നമ്മുടെ ചാരത്തടുത്തെത്തിയിട്ടുണ്ട്. സിയാറത്ത് കഴിഞ്ഞ ഉടനെ നമ്മുടെ വേദിയിലേക്ക് കടന്നു വരും. അല്ലാഹു വലിയ തൗഫീഖും റബ്ബിന്റെ ത്വാഅത്തിലായി വലിയ ദീർഘായുസ്സും അവരുടെയൊക്കെ തണൽ നമുക്കും അല്ലാഹു തആല നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബി, അവർ അതാ ഗൈബ് കൊണ്ട് വിശ്വസിച്ചവരാണ്. വയുഖീമൂനസ് സ്വലാത്ത, നിസ്കാരം നിലനിർത്തിയവരാണ്. എന്തിനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുആദ് തങ്ങളുടെ ഒരു ചോദ്യത്തിന് നിങ്ങൾ ഖുർആൻ പഠിക്കണേ എന്ന് പറഞ്ഞത്? അത് പഠിച്ചെങ്കിലേ മുഅ്മിനിന് രക്ഷയുള്ളൂ. അത് പഠിച്ചെങ്കിലേ മുഅ്മിനിന് അതാ സമാധാനമുള്ളൂ, വിജയമുള്ളൂ. അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബി വയുഖീമൂനസ് സ്വലാത്ത, അവർ നിസ്കാരം നിലനിർത്തുന്നവരാണ്. മുത്തഖീങ്ങൾ എന്ന് പറഞ്ഞാൽ ആരാണ്? തിൽക്കൽ ജന്നത്തുല്ലതി നൂരിഥു മിൻ ഇബാദിനാ മാ കാന തഖിയാ, ആ മഹത്തായ സ്വർഗത്തിന്റെ അനന്തരാവകാശികൾ എന്ന് പറയുന്നത് അത് അല്ലാഹുവിനെ തഖ്വ ചെയ്ത് ജീവിച്ചവർ ആണ്. അവർക്കുള്ളതാണ് സ്വർഗം. തിൽക്കൽ ജന്ന നൂരിഥു മിൻ ഇബാദിനാ മാ കാന തഖിയാ, തഖ്വയിൽ അധിഷ്ഠിതമായി ജീവിതം നയിച്ചവർക്കുള്ളതാണ് സ്വർഗം എന്ന് പറയുമ്പോൾ ആ തഖ്വയിൽ അധിഷ്ഠിതമായി ജീവിക്കുന്നവരുടെ ആദ്യ സ്വഭാവം എന്താണ്? അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബി വയുഖീമൂനസ് സ്വലാത്ത, അവർ നിസ്കാരം നിലനിർത്തുന്നവരാണ്. നിങ്ങൾ ആലോചിക്കൂ, ഞാൻ 4 മദ്ഹബിന്റെ കിതാബുകളും സുബ്ഹാനല്ലാഹ് നമ്മുടെ സഹോദരന്മാരും പല സഹോദരിമാരും രാവിലെ സുബഹ നിസ്കരിച്ചിട്ട് പിന്നെ അതാ നമ്മുടെ എസ്റ്റേറ്റ് ഏരിയ ഒക്കെ നോക്കിയാൽ ജോലിക്ക് ഇറങ്ങുകയാണ്. നമ്മുടെ സഹോദരന്മാർ അതാ രാവിലെ ജോലിക്ക് ഇറങ്ങുകയാണ്. പക്ഷേ ജോലിക്ക് പോയ സ്ഥലത്ത് ളുഹർ നിസ്കരിക്കുന്നില്ല. പലരും ളുഹർ നിസ്കരിക്കാൻ അവർക്ക് സൗകര്യം കിട്ടുന്നില്ല. അവരുടെ ആ ജോലിയുടെ സാഹചര്യം അങ്ങനെ ആയതുകൊണ്ട് മറ്റു വക്തുകളൊക്കെ ക്ലിയർ ആണെങ്കിലും ളുഹർ നിസ്കാരം ഖളാക്കുന്നവരാണ് ഭൂരിഭാഗം ആളുകളും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കൃത്യമായി നിസ്കരിക്കുന്നവരുണ്ട്. അള്ളാഹു അവർക്കൊക്കെ വലിയ തൗഫീഖ് നൽകിയവരാണ്. അവരുടെ ആ ആരാധന അള്ളാഹു കബൂലാക്കട്ടെ. നമുക്കൊക്കെ അള്ളാഹു തആല കൃത്യമായി 5 നേരത്തെ നിസ്കാരം നിർവഹിക്കാൻ വലിയ തൗഫീഖ് നൽകുമാറാവട്ടെ. ഈ ജോലി കാരണമായിട്ട് ളുഹർ നിസ്കാരം ഖളാക്കുന്നവരുണ്ട്. ജോലി കാരണമായിട്ട് ളുഹറും അസറും ഖളാക്കുന്നവരുണ്ട്. 1 2 ദിവസമല്ല, ദിവസവും അത് തന്നെയാണ് സ്വഭാവം. ഇത് മുഅ്മിനിന് പറ്റിയ സ്വഭാവമല്ല. ഞാൻ നമ്മുടെ സാഹചര്യം, നമ്മുടെ നാട്ടിലെ സ്വഭാവം അനുസരിച്ച് ശാഫിഈ മദ്ഹബിലെ കിതാബ് പരിശോധിച്ചു. നമ്മുടെ സദസ്സിൽ വലിയ വലിയ പണ്ഡിതന്മാരുണ്ട്. അവരുടെ മുന്നിലല്ലേ ഞാൻ പറയുന്നത്. ഹനഫി മദ്ഹബ് പരിശോധിച്ചു, പഠിച്ചു. അതാ ഹംബലി മദ്ഹബും
മാലിക്കി മദ്ഹബും ഈ നിസ്കാരത്തിന്റെ വിഷയത്തില് ജോലി കാരണമായിട്ട് അതാ ഏതെങ്കിലും ഒരു വഖ്ത് യാത്ര കാരണം പോലെ യാത്ര ചെയ്യുന്ന ആൾക്ക് ളുഹറിനെ അസറിലേക്ക് പിന്തിച്ച് ജമ ചെയ്യാമല്ലോ, അല്ലെങ്കിൽ അസറിനെ ളുഹറിലേക്ക് ഇങ്ങോട്ട് മുന്തിച്ച് ജമ ചെയ്യാമല്ലോ, 4 റക്അത്തിന് 2 റക്അത്തായി ചുരുക്കാമല്ലോ. ഇങ്ങനെ ഒരു സാഹചര്യം ജോലി കാരണം അതാ കഷ്ടപ്പെട്ട് ജോലിക്ക് പോകുമ്പോ ജോലിയുടെ അമലിന്റെ ശുഗലിന്റെ കാരണമായിട്ട് ഏതെങ്കിലും ഒരു വഖ്തിനെ ജംഅ ചെയ്യുന്ന ഒരു സ്വഭാവം, ഒരു മസ്അല ഏതെങ്കിലും ഒരു മദ്ഹബിലുണ്ടോ എന്ന് ഞാൻ ഒരുപാട് പരതിയിട്ടുണ്ട്, അതിനെക്കുറിച്ച് ഒരുപാട് പഠിച്ചിട്ടുണ്ട്. എല്ലാ ഇമാമിങ്ങളും ഞാനൊരു മുതഅല്ലിമാണ്, വലിയ പണ്ഡിതനല്ല, പക്ഷെ ഈ വിഷയത്തിൽ എനിക്ക് കൃത്യമായി പറയാൻ കഴിയും. അത്രയും ഞാൻ ആ വിഷയത്തെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. ഒരു ഇമാമും ജോലി കാരണമായിട്ട് ഏതെങ്കിലും ഒരു വഖ്തിനെ ഖളാ ആക്കാനോ ഏതെങ്കിലും ഒരു വഖ്തിനെ ജംഅ ചെയ്യാനോ അനുവദിച്ച മസ്അലയേ ഇല്ല. നമ്മുടെ സാഹചര്യം എങ്ങനെയാണ്, നമ്മുടെ സ്വഭാവം എന്താണ്, ഏത് വക്തുകൾ നമ്മൾ കൃത്യമായി ചെയ്താലും ഏത് വക്തുകൾ നമ്മൾ കൃത്യമായി നിർവഹിച്ചാലും ളുഹർ ഖളാ ആക്കുന്നവരാണ്, അസ്ർ ഖളാ ആക്കുന്നവരാണ്. വേണ്ട വേണ്ട, അല്ലാഹുവിനെ ഓർക്കാത്ത ഒരു ജോലി നമുക്ക് വേണ്ട. ജോലി മാറ്റിവെക്കേണ്ടതില്ല. ഭക്ഷണത്തിന് വേണ്ടി നമ്മൾ സമയം കണ്ടെത്തുന്നുണ്ട്, മറ്റു നമ്മുടെ റെസ്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ ദിവസവും ഉച്ചക്ക് 1 മണിക്കൂർ നേരം നമ്മൾ റെസ്റ്റ് എടുക്കുന്നുണ്ട്. ഒന്ന് മുസല്ല കൊണ്ടുപോയി കൂടെ, ഒന്ന് നിസ്കരിച്ചുകൂടെ, നിസ്കാരത്തിന് വേണ്ടി ഒരു സാഹചര്യം ഒരുക്കിക്കൂടെ. അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബി വയുഖീമൂന സ്സലാഹ്. നമ്മളൊക്കെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന വാരണാക്കര തങ്ങൾ സയ്യിദ് അവർകൾ നമ്മുടെ വേദിയിലേക്ക് വരുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ഒന്നരായ സയ്യിദ് അവറുകളെത്തി. എൻ്റെ സമയം തീർന്നു. തങ്ങൾ വരുന്നവരെ പറയാമെന്നാണ് കരുതിയത്. അപ്പോൾ അതുകൊണ്ട് അത് കഴിഞ്ഞു. അല്ലാഹു തആല സയ്യിദ് അവറുകൾക്ക് അല്ലാഹുവേ ഞങ്ങൾക്കൊക്കെ കൂടുതൽ കാലം നേതൃത്വം നൽകാനുള്ള തൗഫീഖ് അവർക്ക് നൽകുമാറാ. അല്ലാഹുവേ നീ നൽകണേ. അവരുടെയൊക്കെ തണലിലായി ദീർഘകാലം കഴിയാനുള്ള വലിയ ഭാഗ്യവും തൗഫീഖും ഞങ്ങൾക്കും നീ നൽകണേ. അല്ലാഹു ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോൾ ഞാൻ പറഞ്ഞത് ഞാൻ നിർത്തുകയാണ്. പരിശുദ്ധ ഖുർആൻ ഇങ്ങനെ പഠിക്കണം. ഫദ്റുസുൽ ഖുർആൻ എന്ന് നബി തങ്ങൾ പറഞ്ഞതിന്റെ അർത്ഥം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. കൃത്യമായി 5 നേരം നിസ്കരിക്കാൻ നമ്മൾ ശ്രമിക്കണം. അല്ലെങ്കിൽ ഫഖലഫ മിൻ ബഅദിഹിം ഖൽഫുൻ അളാഉസ് സ്വലാത വത്തബഉസ് ശഹവാത് വസൗഫ യൽഖൗന ഗയ്യാ. ഇവിടെ നമ്മൾ എത്ര സൽക്കർമ്മങ്ങൾ ചെയ്തിട്ടും കാര്യമില്ല. നിസ്കാരം കൃത്യമായിട്ടില്ലെങ്കിൽ ഏതു സൽക്കർമ്മങ്ങൾ ചെയ്താലും അതിനൊന്നും സ്വീകാര്യതയില്ല. ഫഖലഫ മിൻ ബഅദിഹിം ഖൽഫുൻ അളാഉസ് സ്വലാത വത്തബഉസ് ശഹവാത് വസൗഫ യൽഖൗന ഗയ്യാ. കുറെ കാലം കഴിഞ്ഞ് പിന്നെ കുറെ ആളുകൾ വന്നു. ഫഖലഫ മിൻ ബഅദിഹിം ഖൽഫുൻ. അവിടെ തഫ്സീറുകളുണ്ട്, അതല്ല ഇവിടെ പറയുന്നത്. അളാഉസ് സ്വലാത, അവർ നിസ്കാരത്തെ ഇളാഅത്ത് ചെയ്തവരാണ് എന്ന് പറഞ്ഞാൽ ഏതൊരു നിസ്കാരത്തെയും ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു അൻഹു തന്റെ അസ്സവാജിർ അൻ ഇഖ്തിറാഫിൽ ഖബായിർ എന്ന മഹത്തായ ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട്. എന്താ പറയുന്നത്? അളാഉസ് സ്വലാ എന്ന് പറഞ്ഞാൽ ളുഹറിന്റെ സമയത്ത് നിസ്കരിക്കാത്തവരാണ്, അസറിന്റെ സമയത്ത് നിസ്കരിക്കാത്തവരാണ്, ഓരോ വഖത്തിനെയും അതിന്റെ സമയത്ത് കൃത്യമായി നിർവഹിക്കാത്തവരാണ്, തീരെ നിസ്കരിക്കാത്തവരാണ് എന്നല്ല. ഈ പിന്നെ എന്താണ്? ഓരോ സമയത്തും നിർവഹിക്കേണ്ട
നിസ്കാരം ആ സമയത്ത് നിർവഹിക്കാതെ അവർക്ക് തോന്നിയ സൗകര്യപ്പെട്ട സമയത്തേക്ക് മാറ്റി വെക്കുകയാണ്. അതിൽ നിന്നൊക്കെ നമ്മുടെ സ്വഭാവം ഒന്ന് മാറണം. അവർക്ക് അല്ലാഹു തആല ഒരുക്കി വെച്ചത് ഗയ്യ് എന്ന് പറയുന്ന നരകമാണ്. നിങ്ങൾ ആലോചിക്കണേ, അന്ത്യനാളിൽ നരകത്തിലേക്ക് ഒരുപാട് ആളുകളെ എറിയുമല്ലോ. ഒരുപാട് ആളുകൾക്ക് അല്ലാഹു തആല ശഫാഅത്തിന് അതാ സന്ദർഭം കൊടുക്കുമല്ലോ. അതാ ആലിമീങ്ങൾ ശഫാഅത്തിന് വരുന്നുണ്ട്. നരകത്തിൽ പ്രവേശിക്കേണ്ടി വന്ന മുഅ്മിനീങ്ങൾക്ക് വേണ്ടി ശഫാഅത്തിന് ആലിമീങ്ങൾ വരുന്നുണ്ട്. ശഫാഅത്തിന് സയ്യിദന്മാര് വരുന്നുണ്ട്. ശഫാഅത്തിന് ഹഫീളീങ്ങൾ വരുന്നുണ്ട്. ശഫാഅത്തിന് അംബിയാക്കൾ വരുന്നുണ്ട്. പക്ഷേ റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വന്നിട്ടും അതാ അവസാനം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശഫാഅത്ത് കഴിഞ്ഞാലും കുറച്ച് ആളുകൾ അതാ പഴയ മുഅ്മിനീങ്ങൾ, ദുനിയാവിൽ മുഅ്മിനീങ്ങളാണെന്ന് പറഞ്ഞു ജീവിച്ച മുഅ്മിനീങ്ങൾ നരകത്തിൽ തന്നെ ഉണ്ട്. അവർക്ക് ആരുടെ ശഫാഅത്തും ഫലിക്കുന്നില്ല. ആര് ശഫാഅത്ത് ചെയ്തിട്ടും അവർ പുറത്തു പോകുന്നില്ല. അവരതാ നരകത്തിൽ സ്ഥിരമായി നിൽക്കുകയാണ്. ഇങ്ങനെ പല ആളുകളും പല മഹാന്മാരും അംബിയാക്കൾ തന്നെയും റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരെ ശഫാഅത്ത് നടത്തിയിട്ടും കുറച്ച് ആളുകൾ അതാ അവിടെ നരകത്തിൽ ശേഷിക്കുന്നു. ചോദിക്കുകയാണ്, മാ സലകകും ഫീ സഖർ, സഖർ എന്ന് പറയുന്ന നരകത്തിൽ നിങ്ങൾ പ്രവേശിക്കാനുള്ള കാരണം എന്താണെന്ന് ചോദിക്കുമ്പോൾ ഖാലൂ ലം നകു മിനൽ മുസല്ലീൻ വലം നകു നുത്ഇമുൽ മിസ്കീൻ വകുന്നാ നഖൂദു മഅൽ ഖായിദീൻ. ആ സഖറിൽ സ്ഥിരമായി നിലകൊള്ളേണ്ടി വന്ന അത്രയും വലിയ ദുർഭാഗ്യവാന്മാരായ ആളുകൾ മറുപടി അവരോട് ചോദിക്കുകയാണ്. ഇത്രയും ശഫാഅത്ത് കഴിഞ്ഞിട്ടും ഒന്നരായ തങ്ങളെ ഇരുത്തിയിട്ട് ഞാൻ പറയില്ല, നിർത്തുകയാണ്. അതാ ഇത്രയും ശഫാഅത്ത് ഇവിടെ കഴിഞ്ഞിട്ടും നിങ്ങൾ ഈ നരകത്തിൽ തന്നെ സ്ഥിരമാവേണ്ടി വന്ന കാരണം എന്താണെന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾ കൃത്യമായി നിസ്കരിക്കാത്തവരാണ്. ചോദിക്കുകയാണ്, നിങ്ങൾ സ്വതക്ക ഒരുപാട് ചെയ്തവരല്ലേ, നിങ്ങൾ സൽക്കർമ്മങ്ങൾ ഒരുപാട് ചെയ്തവരല്ലേ, നിങ്ങൾ നോമ്പെടുത്തവരല്ലേ, ഖുർആൻ പാരായണം ചെയ്തവരല്ലേ, ഒക്കെ ശരിയാണ്. പക്ഷേ കൃത്യമായി നിസ്കരിക്കാത്തതിന്റെ കാരണം കൊണ്ട് ഞങ്ങളുടെ അമലൊക്കെ പൊളിഞ്ഞു പോയി. അമലുകൾക്കൊന്നും സ്വീകാര്യത ലഭിച്ചില്ല. ഖുൽ ഹൽ നുനബ്ബിഉകും ബിൽ അഖ്സരീന അമാലാ അല്ലദീന ളല്ല സഅയുഹും ഫിൽ ഹയാത്തി ദുനിയാ വഹും യഹ്സബൂന അന്നഹും യുഹ്സിനൂന സുനാ. നല്ലതാണെന്ന് കരുതിയിട്ട് ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്ത ആളുകൾ ആഖിറത്തിൽ അല്ലാഹുവിന്റെ കോടതിയിൽ വരുമ്പോൾ എല്ലാം സീറോ ആണ്, എല്ലാം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഒന്നിലും ഒരു പ്രതീക്ഷയില്ല. പരാജിതനാണ്. കാരണം എന്താ? കൃത്യമായി നിസ്കരിച്ചില്ല. അല്ലാഹുവേ ഇവിടെ കൂടിയ മുഅ്മിനീങ്ങളൊക്കെ ഇവിടെ ഒരു ഗാനമേള നടക്കുന്നുണ്ടെന്ന് കരുതി വന്നവരല്ല. മഹാനുഭാവന്റെ ബർക്കത്തെടുക്കണം എന്ന് പറഞ്ഞു വന്നവരാണ്. സാധുവായ ഞാൻ കുറച്ചു നേരം സംസാരിക്കുമെന്ന് അവർ അറിഞ്ഞിട്ടുണ്ട്. ഒന്നിരായ തങ്ങളുടെ ദുആയിൽ പങ്കെടുക്കാൻ വന്നവരാണ്. ഈ വന്ന കാരണം കൊണ്ട് ഈ മഹാനുഭാവന്മാരുടെയൊക്കെ മഹത്തുക്കളുടെയൊക്കെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ജീവിതം നന്നാക്കണേ അല്ലാ. ഈമാനികമായി ജീവിക്കാൻ കാലഘട്ടത്തിലെ സാഹചര്യങ്ങൾ എത്ര മോശമായാലും റബ്ബേ നിന്നെ ഇഷ്ടപ്പെട്ട്, നിന്നെ വഴിപ്പെട്ട്, നിന്നെ ഭയപ്പെട്ട് ജീവിക്കാൻ വലിയ തൗഫീഖ് ഞങ്ങൾക്ക് നൽകണേ അല്ലാ. ഞങ്ങളുടെ സാഹചര്യങ്ങൾ അതാ വളരെ മലീമസമാണ്, വളരെ മോശമാണ്. നന്നായി ജീവിക്കുക എന്നത് വലിയ കഷ്ടമാണ്. ഇവിടെ പരിപൂർണമായ ഈമാനോടുകൂടി ജീവിക്കുക എന്നത് വലിയ പ്രയാസമാണ്. ഞങ്ങളുടെ ഈമാനിന് ശക്തി നൽകണേ അല്ലാ. ആഖിറത്തിൽ ചെല്ലുമ്പോൾ ഞങ്ങൾ ചെയ്ത സൽക്കർമ്മങ്ങളൊന്നും ഞങ്ങൾക്ക് ഇല്ലെന്ന് പറയുന്ന ആ വലിയ ദുരന്തത്തിൽ നിന്ന് ഞങ്ങളെ കാക്കണേ അല്ലാ. പരിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ കൃത്യമായി മനസ്സിലാക്കി ജീവിതം സംശുദ്ധമാക്കാൻ വലിയ ഭാഗ്യം നൽകണേ അല്ലാ. ഇവിടെ കൂടിയ രോഗികളുണ്ട്, ഇവിടെ കൂടിയവർക്ക് പല ജാതി ഉദ്ദേശങ്ങളുണ്ട്.
ആവശ്യപ്പെട്ടുകൊണ്ട് വന്യരായ സയ്യിദ് അവർകൾ ദുആ ചെയ്യുകയാണ്. ഞങ്ങളെ എല്ലാം ഖബൂലാക്കണേ അല്ലാ. നിങ്ങളെല്ലാവരും ദുആ ചെയ്യണം. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.